പരിചിതമായ ഒരു വേദഭാഗം എസ്തറിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. मैं जल्दी से एक वचन के भाग की ओर आपके ध्यान को ले चलूं. एस्तेर की किताब उसका 7वां अध्याय और 2रा पद. राजा ने दूसरे दिन दाखमधु पीते पीते एस्तेर से फिर पूछा, हे एस्तेर रानी, तेरा क्या निवेदन है? वह पूरा किया जाएगा. तू क्या मांगती है? मांग और आधा राज्य तक तुझे दिया जाएगा. 3-ാമത്തെ വാക്യം കൂടെ. एस्तेर रानी ने उत्तर दिया, हे राजा, यदि तू मुझ पर प्रसन्न है और राजा को यह स्वीकार हो तो मेरे निवेदन से मुझे और मेरे मांगने से मेरे लोगों को प्राणदान मिले. ആമേൻ. आमेन. നാം വായിച്ച വാക്യങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ദൈവം നമ്മോട് ഇടപെടാൻ പോവുക. और आज जो हमने वचन पढ़ा है उसके द्वारा परमेश्वर हमसे कुछ कहने जा रहा है. എസ്തേർ രാജ്ഞിയുടെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ഹാമാനും അഹശ്വേരോശ് രാജാവും എസ്തേറിന്റെ കൊട്ടാരത്തിനകത്ത് കയറി വരുമ്പോൾ एस्तेर रानी के द्वारा तैयार किए गए भोज में हामान और अर्थक्षत्र राजा जब उस भोज के लिए आ रहे थे. 2-ാമത്തെ ദിവസത്തിൽ രാജാവ് ചോദിക്കുകയാണ്, എസ്തേറെ പറ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ അപേക്ഷ എന്താ? നിന്റെ ആഗ്രഹം എന്താ? രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ അത് നിനക്ക് തരും. और दूसरे दिन राजा एस्तेर से पूछता है, हे एस्तेर, तेरा निवेदन क्या है? तेरे लिए क्या किया जाए? आधा राज्य मांग ले तो भी तेरे लिए किया जाएगा. രാജാവിനെ നോക്കി എസ്തേർ പറയുക, യജമാനനെ, രാജാവേ, എന്നോട് കൃപ തോന്നണം. അങ്ങക്ക് എന്നോട് തിരുവുള്ളമുണ്ടെങ്കിൽ എന്റെ അപേക്ഷയും എന്റെ ആഗ്രഹവും അവിടുന്ന് നടത്തി തരണം. और एस्तेर रानी इस प्रकार कहती है, हे राजा, मुझ पर प्रसन्न हो. यदि तेरी दया मुझ पर है तो जो मैं निवेदन रखती हूं उसका उत्तर मुझे मिलने पाए. അവൾ പറയുന്നു, എന്റെ ജീവനെയും എന്റെ ആഗ്രഹപ്രകാരം എന്റെ ജനത്തിന്റെ ജീവനെയും അവിടുന്ന് വിടുവിക്കണം. और वो कहती है कि मेरा ये निवेदन है कि मुझे और मेरे लोगों को प्राणदान मिले. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു, എന്റെ ജീവനെയും എന്റെ ആഗ്രഹമോർത്ത് എന്റെ ജനത്തെയും എനിക്ക് നൽകണമേ. मुझे और मेरे मांगने से मेरे लोगों को प्राणदान मिले. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. ये उपवास प्रार्थना हमारे देश के लिए है. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. भारत के लिए प्रार्थना करने हम इकट्ठे हुए हैं. രാജാവിനോട് എസ്തേർ പറയുകയാണ്, എന്റെ ജീവനെയും എന്റെ ജനത്തിന്റെ ജീവനെയും തിരുവുള്ളമുണ്ടായി എനിക്ക് തരണമേ. यहाँ पे राजा से एस्तेर कहती है कि मुझे और अपनी दया के साथ मेरे लोगों को भी പ്രാണദാൻ ദേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് അങ്ങനെ ഒരു അപേക്ഷയുണ്ടെങ്കിൽ ദൈവം അത് നിനക്ക് തരാൻ പോകുകയാണ്. और आज रात को परमेश्वर कहता है, यदि तेरे अंदर भी यही इच्छा है, यदि तेरी चाहत यही है तो मैं तेरे लिए करने जा रहा हूं. എസ്തേറിനോട് രാജാവ് പറയുന്നു, നിന്റെ ആഗ്രഹം എന്താ? നിന്റെ അപേക്ഷ എന്താ? അത് ഞാൻ നിനക്ക് നൽകി തരും. एस्तेर से राजा कहता है, तेरी मांग क्या है? तेरा निवेदन क्या है? मैं तेरे लिए कर दूंगा. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഈ സെപ്റ്റംബർ മാസം 7-ാം തീയതി ചിലരുടെ അപേക്ഷയുടെ മേൽ, ചിലരുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാണ്. और मैं पवित्र आत्मा में कहूं, ये सितंबर 7 तारीख को कईयों के निवेदन पर, कईयों की प्रार्थनाओं पर वो ओके बोल आपको देना चाहता है. ദൈവസഭയുടെ ആഗ്രഹത്തിന്റെ മേൽ ദൈവം ചലിക്കാൻ പോകുകയാണ്. परमेश्वर की कलीसिया की मांगों का परमेश्वर उत्तर देने जा रहा है. നിങ്ങളുടെ ആഗ്രഹത്തെയും നിങ്ങളുടെ അപേക്ഷയെയും ദൈവം നൽകി തരുന്ന ഒരു രാത്രിയാണിതെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. यदि आप विश्वास कर सकते हैं कि आज की रात हमारे निवेदनों के, हमारी इच्छाओं के
पूरी होने की शाम। ഇത് പ്രാർത്ഥനയുടെ മറുപടിയുടെ രാത്രിയാണ്. ये प्रार्थना का उत्तर पाने की शाम ഇത് है। ആഗ്രഹങ്ങൾ ദൈവം നിറവേറ്റി തരുന്ന മാസമാണ്. ये इच्छाओं के पूरी होने की शाम। ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ദൈവജനം കാണുവാൻ വേണ്ടി പോകുകയാണ്. आज तक जो नहीं देखा परमेश्वर के लोग देखने जा रहे हैं। ദൈവസഭ ഇന്ന് വരെ അനുഭവിക്കാത്തത് ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോകുകയാണ്. परमेश्वर की कलीसिया ने जो आज तक नहीं देखा देखने जा रही है। ഗ്ലോറി റിവൈവൽ ജനറേഷൻ ചർച്ചിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ചർച്ചിന്റെ ആഗ്രഹം ദൈവം അടുത്ത മാസം ഈ സമയമാകുന്നതിന് മുൻപ് ദൈവം ചില വഴികൾ തുറക്കാൻ പോകുകയാണ്. ग्लोरी रिवाइवल जनरेशन पर मैं नबूवत करता हूँ, अगले महीने इसी समय आपकी जरूरतों को वो पूरी करेगा। ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. कई दरवाजों को खोलने जा रहा है। നിന്റെ ദർശനങ്ങളുടെ നിവർത്തിയിലേക്ക് ദൈവം ചുവടുവെക്കുവാൻ അധികാരം തരികയാണ്. तेरे दर्शन के पूर्तिकरण की ओर तुझे बढ़ाने जा रहा है। ഇന്ന് രാത്രി ഒരു വലിയ നിയോഗത്തോടെ ഒരു തലമുറ ഇതിന്റെ നടുവിൽ എഴുന്നേറ്റ് വരുവാൻ പോകുകയാണ്. एक बड़ी नियुक्ति के साथ परमेश्वर की पीढ़ी यहाँ खड़ी होगी। ഹല്ലേലൂയ. हालेलुया। ശക്തിയോടെ ആമേൻ പറ. आमीन। जोर से बोलिए आमीन। എസ്തേർ രാജാവിനെ വിരുന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചതിന് ശേഷം एस्तेर ने जब राजा को भोज के लिए बुलाया, രാജാവ് അവളോട് ചോദിക്കുകയാണ്, നിന്റെ ആഗ്രഹവും നിന്റെ അപേക്ഷയും എന്താ? राजा पूछता है तेरी इच्छा तेरा निवेदन क्या है। രാജ്യത്തിന്റെ പകുതിയോളമാണ് നീ ചോദിക്കുന്നതെങ്കിലും ഞാൻ നിനക്ക് രാജ്യം തരാൻ തയ്യാറാണ്. मैं तू चाहे देश का आधा मांग ले वो भी देने के लिए तैयार हूं। പക്ഷെ അവള് പറയുന്നത് രാജ്യവും രാജ്യത്തിന്റെ മഹത്വമല്ല, എനിക്ക് വേണ്ടത് എന്റെ ജീവനും ഈ ജനത്തിന്റെ ജീവനുമാണ്. लेकिन वो कहती है राज्य या ये कोई वास नहीं, मुझे मेरा और मेरे लोगों का जीवन चाहिए। അങ്ങനെ ഒരാഗ്രഹവുമായി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ദൈവം ജനത്തിന്റെ വിടുതലിന് വേണ്ടി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. आज की रात यदि कोई उसी इच्छा के साथ यहाँ बैठा है तो परमेश्वर आपको उठाने जा रहा है। ഒരു ജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം നിന്നെ ഇന്ന് രാത്രി അപ്പോയിന്റ് ചെയ്യുന്ന രാത്രിയാണ്. एक पूरी प्रजा के छुटकारे के लिए वो आपको नियुक्त कर रहा है। നിന്റെ കഴിവോ നിന്റെ അറിവോ നീ ജനിച്ച വീടോ നിന്റെ പാരമ്പര്യമോ ദൈവത്തിന് വിഷയമല്ല. तेरी जानकारी तेरी योग्यता तू कहाँ बढ़ा उसकी कोई परवाह नहीं। നിനക്കുള്ളതൊന്നും ദൈവം നോക്കുന്നില്ല. जो तेरा है उसको परमेश्वर नहीं देखता, പക്ഷെ അവൻ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ശ്രദ്ധിക്കുന്നു. लेकिन वो तेरे दिल को देख रहा है। നിന്റെ ആഗ്രഹത്തെ അവൻ നോക്കുന്നു. तेरी इच्छा को देख रहा है। ഒരു ജനതയുടെ വിടുതലാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ यदि लोगों का छुटकारा तेरा लक्ष्य है, ഈ ഉപവാസത്തിന്റെ പിൻപിലെ ലക്ഷ്യം ഒരു ജനത്തിന്റെ വീണ്ടെടുപ്പാണെങ്കിൽ इस उपवास का मकसद यदि लोगों का छुटकारा है, പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കാൻ പോകുകയാണ്. पवित्र आत्मा कहता है तेरी इच्छा को परमेश्वर पूरी करेगा। നിന്റെ അപേക്ഷയുടെ മേൽ ദൈവം ഇടപെടുവാൻ പോകുകയാണ്. तेरे निवेदन का वो उत्तर देने जा रहा है। നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ പോകുകയാണ്. तेरी प्रार्थना का उत्तर आ रहा है। ഒരു ഹല്ലേലൂയ പറഞ്ഞേ. कितने लोग बोलेंगे हालेलुया। ആരാ ഈ എസ്തേർ? ये एस्तेर है कौन? ഈ ആഗ്രഹവും ഈ അഭിലാഷവും ഈ ചോദ്യവുമുള്ള ഈ സ്ത്രീ ആരാ? इस सवाल के साथ इस निवेदन के साथ आई है जो औरत, वो है कौन? എന്റെ പ്രിയരെ, നമുക്കറിയാം ഇവൾ ഒരു അടിമ പെങ്കൊച്ചാണ്. हमें पता है ये एक गुलाम या दासी औरत है.
ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയ നെബൂഖദ്നേസറിന്റെ കാലത്ത് അടിമകളായി പിടിച്ചുകൊണ്ടുപോയ യഹൂദ ജനത്തിന്റെ ഇടയിൽപ്പെട്ട ഒരു അടിമ പെൺകുട്ടിയാണ് എസ്തേർ. नबूकदनेस्सर के द्वारा बेबीलोन की बंधुआई में ले जाए गए एक बड़े समूह का हिस्सा थी एस्तेर नामक ये गुलाम लड़की. അവളുടെ പേര് എസ്തേർ എന്നായിരുന്നില്ല. उसका नाम एस्तेर नहीं था. അവളുടെ പേരെന്തായിരുന്നു? उसका नाम क्या था? ഹദസ്സ. हदस्सा. ഹദസ്സ എന്ന വാക്കിന്റെ അർത്ഥം हदस्सा नामक शब्द का अर्थ സുഗന്ധ ചെടി എന്നാണ്. बिल्कुल एक सुगंध में एक महकने वाला पौधा. അവളുടെ പേരിന്റെ അർത്ഥം സുഗന്ധ ചെടിയാ. उसका अर्थ महक वाला पौधा. അത് എവിടെയാണോ നട്ടിരിക്കുന്നത് और कहां पर उसे लगाया गया അതിന്റെ ചുറ്റുപാട് മാത്രം സുഗന്ധം പരത്തുന്ന ഒരു നിലവാരത്തിലാണ് അവളുടെ ജീവിതം. और उसकी जिंदगी ऐसी थी कि जहां रोपा गया उसके चारों ओर उस छोटे इलाके में वो महक फैलाती. ഒരു സുഗന്ധ ചെടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ यदि कहीं पर भी महकने वाला एक पौधा लगा होता അതിന്റെ സ്മെല്ല് ചെല്ലുവാൻ കഴിയുന്ന ഒരു സറൗണ്ടിങ് ഏരിയ ഉണ്ട്. तो एक उसका खुद का इलाका होता है जहां तक उसकी महक पहुंचती है. ഞാൻ പറയുന്നത് ഹദസ്സയെ കുറിച്ചാണ്. मैं हदस्सा की बात कर रहा हूं. അവൾ മനോഹര സൗന്ദര്യമുള്ള ഒരു പെങ്കൊച്ചായിരുന്നുവെന്ന് വചനം പറയുന്നു. और वचन कहता है कि वो बहुत ही सुंदर एक स्त्री थी. അവൾ ഏറ്റവും നല്ല ക്യാരക്ടറുള്ള നല്ല സ്വഭാവമുള്ള ഒരു പെങ്കൊച്ചായിരുന്നു. वो एक अच्छे स्वभाव वाली चरित्रवती थी. അവളുടെ ചെറുപ്പത്തിൽ അപ്പനും അമ്മയും അവൾക്ക് നഷ്ടപ്പെട്ടു. बचपन में उसके माता पिता खो गए. അവൾ ഒരു അടിമ പെണ്ണെന്ന് പറയുന്നത് അവസ്ഥയിൽ മാത്രമല്ല, ഒരു അനാഥ പെൺകുട്ടി എന്ന് പറയുന്ന നിലവാരത്തിലും അവളുടെ ജീവിതമായിരിക്കുക. दासी तो वो थी, गुलाम तो वो थी, लेकिन अनाथ भी थी वो. അവളുടെ ചിറ്റപ്പനായ അപ്പന്റെ സഹോദരനായ മോർദെഖായി അവളെ ദത്തെടുത്ത് തന്റെ പുത്രിയെ പോലെ മകളെ പോലെ വളർത്തുകയാണ്. और उसके चाचा ने उसे गोद लिया, अपनी बेटी के समान उसे पाला पोसा. അവൾ ഏത് കുടുംബത്തിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത് ആ കുടുംബത്തിന് അവൾ ഒരു ബ്ലെസ്സിംഗ് ആണ്. और अब वो जिस परिवार में है उसके लिए एक आशीष है. അവളുമായി ബന്ധപ്പെട്ട അടിമകളായി പാർക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ അവൾ ഒരു ബ്ലെസ്സിംഗ് ആണ്. और उससे जुड़े हुए जितने भी लोग यहूदी हैं उनके लिए वो आशीष है. എല്ലാവരും വിചാരിച്ചു ഇവളുടെ ജീവിതവും ഭാവിയും ഇവിടം കൊണ്ട് ഇങ്ങനെ അവസാനിക്കുമെന്ന്. सबने सोचा कि इसकी जिंदगी, इसका भविष्य ऐसे ही सिमट जाएगा. അവൾക്കും ഒരു പരിധിക്കപ്പുറത്ത് സ്വപ്നങ്ങൾ കാണുവാൻ കഴിയത്തില്ല. ये खुद भी एक सीमा के पार सपने नहीं देख सकती थी. സ്വപ്നമുണ്ടെങ്കിലും അവിടെ എത്തിക്കാൻ അവൾക്ക് ആരുമില്ല. सपना ले भी लेती तो पहुंचाने तक कोई था ही नहीं. അവളുടെ പരിമിതികൾക്കകത്ത് അവൾ ഒതുങ്ങി ജീവിക്കുകയാണ്. अपनी सीमाओं के अंदर सीमित पड़ी रही वो. ഇവിടെയാണ് ദൈവം അവൾക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നത്. लेकिन वहां पर परमेश्वर ने हस्तक्षेप किया. ആരുമില്ലാത്തവർക്ക് ഇന്ന് പകൽ ദൈവം ഉണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാണ്. परमेश्वर साबित करेगा जिनका कोई नहीं उनका मैं हूं. ഹല്ലേലൂയ. हालेलुया. അങ്ങനെയാണ് അഹശ്വേരോശ് രാജാവിന്റെ പത്നിയായിരുന്ന വസ്തി നിഷേധിക്കപ്പെട്ടു. അവൾ പുറത്തള്ളപ്പെടുകയാണ്. और इसी समय ऐसा होता है, अर्थक्षेत्र राजा की पत्नी वस्ती इनकार कर दी जाती है, निकाल दी जाती है. ആ സ്ഥാനത്തേക്ക് ഒരു രാജ്ഞി പദം അലങ്കരിക്കാൻ ഒരു പെൺകുട്ടിയെ തിരക്കുന്നുണ്ടെന്ന് മോർദെഖായി മനസ്സിലാക്കിയപ്പോൾ ഈ എസ്തേറിനോട് പറഞ്ഞു നിനക്കൊരു ചാൻസ് വരുന്നുണ്ട്. और जब मोर्देकाई को पता चला कि बस्ती की जगह पर रानी का पद भरने के लिए लोग पूछ रहे हैं, तो उसने एस्तेर से कहा അവസർ ആ रहा है. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ അയച്ചിട്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നു, ഇതുവരെ നിനക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലേക്ക് ദൈവം നിനക്കൊരു ചാൻസ് കൊണ്ടുവരികയാണ്. यहाँ पे प्रभु मुझे भेज कर ये कह रहा है, जहां पर तुम नहीं पहुंच सकते परमेश्वर वहां पहुंचने का अवसर खोल रहा है. ദൈവം ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. परमेश्वर एक दरवाजा खोल रहा है. ആർക്കും അടക്കാൻ കഴിയാത്ത
പറ്റാത്തൊരു വാതിൽ, जिसे कोई बंद नहीं कर सकता, ആർക്കും തടയാൻ പറ്റാത്തൊരു വാതിൽ, जिन्हें कोई रोक नहीं सकता, നിന്റെ സ്വപ്നങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു വാതിൽ ഇന്ന് രാത്രി ദൈവം തുറക്കാൻ പോകുകയാണ്. तेरा सपना भी पहुंच नहीं सके ऐसा दरवाजा खुल रहा है. നീ നിന്റെ കുടുംബത്തിൽ വിശ്വസ്തയായിരുന്നു, तू अपने परिवार में वफादार था, നീ നിന്റെ സഭയിൽ വിശ്വസ്തയായിരുന്നു, अपनी कलीसिया में वफादार थी. എസ്തേറേ, നീ നിന്റെ പട്ടണത്തിൽ വിശ്വസ്തയായിരുന്നു. एस्तेर, तू अपने शहर में वफादार थी. ദൈവം നിന്നെ നോക്കി പറയുന്നു, परमेश्वर तुझे देखकर कहता, അല്പത്തിൽ വിശ്വസ്തയായ നിന്നെ അധികത്തിന് വിചാരകനാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വഴികൾ തുറക്കാൻ तू പോകുകയാണ്. जो छोटे में वफादार थी, मैं तुझे बड़े का लेखा जोखा लेने वाली बनाऊंगा. സുന്ദരമാന ശംഭനാദന അർഖമേദന പ്രൗഢമാനഗസിയ അന്തൽഖരാദിമാനഘടകശസിയ. ഒരടിമയാണെങ്കിലും ഒരു അനാഥയാണെങ്കിലും അവകാശം പറയുവാൻ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും गुलाम है, दासी है, कहने को हक में लेने को कुछ भी नहीं है, നിനക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. लेकिन तेरे लिए भी कुछ वो योजना बना रहा ഇവിടെ है. ഇരിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം നിന്റെ ഭാവിക്ക് വേണ്ടി ചിലതൊക്കെ പദ്ധതി ഇട്ടിട്ടുണ്ട്. यहाँ पे बैठे हुओं को कहता हूँ, आपके भविष्य के बारे में उसने भी कुछ लिख लिया है. നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് എത്തിപ്പെടുവാൻ കഴിയാത്ത മേഖലകളിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്ന് പകൽ കയറി ചെല്ലുവാൻ ദൈവം ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. अपनी योग्यताओं से जहां पहुंच नहीं सकते, वो अपने अनुग्रह से आपको पहुंचाने का दरवाजा खोल रहा है. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. यदि परमेश्वर पक्ष में है तो विरोध कौन करेगा? ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആരെന്റെ പ്രവൃത്തിയെ തടയോ? परमेश्वर कहता है, काम मैं करूंगा, रोकेगा कौन? ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കും ഒരു ദുർഭൂത ശക്തികൾക്കും തടയാൻ കഴിയാത്തൊരു ദൈവ പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ദൈവ സഭയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. एक ऐसा काम परमेश्वर करेगा तेरी कलीसिया के लिए, तेरे भविष्य के लिए कोई भी दुष्ट शक्ति उसे रोक न पाएगी. അപ്പനിട്ട പേര്, അമ്മയിട്ട പേര് എസ്തേർ എന്നാണെങ്കിൽ, അല്ല ഹദസ്സ എന്നാണെങ്കിൽ, माता और पिता ने नाम डाला हदस्सा, മോർദെഖായി അവൾക്കൊരു പേരിട്ടു. मोर्देकाई ने उसका नाम और डाला. നീ ഇനി ഒരു ചെറിയ പരിധികൾക്കകത്ത് മാത്രം നിന്റെ സുഗന്ധം പരത്തുന്ന ഒരു ലൈഫിൽ ജീവിക്കേണ്ടവളല്ല. तू केवल अपनी सीमित दायरे में महकाने वाली जिंदगी जीने वाली औरत नहीं है. അവളെ ദത്തെടുത്ത് സ്വന്തം പുത്രിയാക്കി തീർത്ത മോർദെഖായി അവൾക്കിട്ട പേരാണ് എസ്തേർ. और उसको गोद लेकर अपनी बेटी के समान पालन पोषण करने वाले मोर्देकाई ने उसका नाम डाला एस्तेर. എസ്തേർ എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. एस्तेर का मतलब सितारा. അവളുടെ ആദ്യത്തെ പേര് ഹദസ്സ എന്നാണ്, ഒരു സുഗന്ധ ചെടി എന്നാണ് പേര്. उसका पहला नाम हदस्सा, एक महकाने वाला पौधा. അതിന്റെ അർത്ഥം ഒരു പരിധിയിൽ മാത്രം സുഗന്ധം പരത്തി ഇങ്ങനെ ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു അവൾക്ക്. उसका मतलब उसकी जिंदगी केवल अपने इलाके में सीमित तरीके से छोटी मोटी महक के साथ जीने वाली एक छोटी सी लड़की. അറിഞ്ഞോ അറിയാതെ മോർദെഖായി ഇട്ട പേര് പ്രവചിക്കുക. आज मैं ग्लोरी रिवाइवल जनरेशन पर भविष्यवाणी करता हूं. ഇന്ത്യയുടെ തലസ്ഥാനം നഗരിയിൽ ലോകത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും ഈ ചർച്ച ഉയർന്നു കാണത്തക്കവണ്ണം और दुनिया में हर जगह से देखी जाने वाली एक जगह पर इस कलीसिया को परमेश्वर उठाएगा. ഒരു ഹയർ ലെവൽ അനോയിന്റിംഗിലേക്ക് ഈ സഭയെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഉയർത്തുകയാണ്. एक उच्च स्तरीय अभिषेक की ओर कलीसिया को प्रभु उठा रहा है. സംഭവിക്കുകയാണ്. ऐसा होगा. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. പവിത്രാത്മാ ഈ രാത്രി ചിലരുടെ പേര് മാറാൻ പോകുകയാണ്. लोगों का नाम ചിലരുടെ സ്ഥിതി മാറാൻ പോകുകയാണ്. लोगों की हालत ചിലരുടെ बदल रही है. അവസ്ഥകൾ മാറാൻ പോകുകയാണ്. लोगों की हालत ചിലരുടെ बदल रही അനുഭവങ്ങൾ है. മാറാൻ लोगों की പോകുകയാണ്. जानकारी दूर हो रही है.
Receive it. Receive it. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. परमेश्वर की शक्ति आ रही है. ആളുമാറിയവനെ പോലെ ജീവിതത്തിൽ നിന്നെ മാറ്റുന്ന അവന്റെ അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുകയാണ്. आपको पूरा बदलने वाला उसका अभिषेक अभी यहाँ कार्य कर रहा है. നീ എവിടെയും ഒതുങ്ങേണ്ട ആളല്ല. तू कहीं पर दबकर नहीं जी सकता. മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് നീ ഒതുങ്ങി പോകേണ്ടവരല്ല. मनुष्य की बुद्धि में तू सीमित नहीं हो सकता. ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾക്കകത്ത് നീ കെട്ടപ്പെട്ട് കിടക്കേണ്ടവരല്ല. दुनिया की परिस्थिति में तू बंधा नहीं रह सकता. ഇന്ന് രാത്രി ദൈവം നിന്നെ പുറത്തെടുക്കുകയാണ്. परमेश्वर तुझे बाहर ला रहा है. പാസ്റ്റർ പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഈ ചർച്ച് ഇനി ഇവിടെ ഇരിക്കത്തില്ല. ഈ ചർച്ച് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. पासवान ये कलीसिया यहाँ नहीं रहेगी, यहाँ से बढ़ रही है. ഈ ചർച്ചിന്റെ മുഖഛായ മാറാൻ പോകുകയാണ്. इस कलीसिया का चेहरा बदल रहा है. ഇതിനകത്ത് 100 അല്ല, ഇതിനകത്ത് 100 അല്ല, ഇതിനകത്ത് 200 അല്ല, ആയിരക്കണക്കിന് ആളുകൾ ഈ ഗ്ലോറി റിവൈവൽ ജനറേഷന്റെ ബാനറിൽ അണിനിരക്കുവാൻ പോകുകയാണ്. 100-200 नहीं, हजारों हजार लोग ग्लोरी रिवाइवल जनरेशन से जुड़ने जा रहे हैं. ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തത് ദൈവം ഇതിന്റെ നടുവിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. जो और कोई नहीं कर सकता, परमेश्वर यहाँ करेगा. ഇതിനകത്ത് വീര്യ പ്രവർത്തികൾ നടക്കാൻ പോകുകയാണ്. अद्भुत चमत्कार यहाँ पर होंगे. അത്ഭുതങ്ങളും അടയാളങ്ങളാൽ चिन्ह चमत्कार ദൈവസഭയെ परमेश्वर कलीसिया में ദൈവം ഉറപ്പിക്കാൻ പോകുകയാണ്. परमेश्वर भेजेगा. ഈ ചർച്ച അല്ല കേട്ടോ, ഈ ഹോൾ അല്ല, ഈ ഹോൾ അല്ല. ये हॉल नहीं दिख रहा मुझे. ഇവിടെ രോഗികളെ ചുമന്നോണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പക്ഷെ പരിശുദ്ധാത്മാവ് സ്ട്രക്ചറിൽ എടുത്തോണ്ട് വരുന്നതിന് നടത്തിവിടുന്ന ഒരു അനോയിന്റിംഗ് ഈ ചർച്ചിന്റെ മേൽ റിലീസ് ചെയ്യുകയാ. परमेश्वर ऐसा अभिषेक दे रहा है, जो स्ट्रक्चर पर आएंगे वो चलते हुए सही होकर वापस जाएंगे. ഒരു മിറക്കിൾ മിനിസ്ട്രി ദൈവസഭയിൽ ദൈവം ഓപ്പൺ ആക്കുകയാണ്. एक चमत्कार की सेवकाई परमेश्वर खोल रहा है. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കും? कितने लोग आज विश्वास करेंगे? ഒരുമിച്ച് കണ്ണുകൾ അടച്ച് കർത്താവിനോട് പറഞ്ഞേ, അത് ചെയ്യണമേ. अपनी आंखें बंद करके प्रभु से അത് कहे, ചെയ്യണമേ प्रभु ऐसा കർത്താവേ. प्रभु ऐसा അങ്ങ് कर. പ്രവർത്തിക്കണമേ. तू अपना काम പ്രാർത്ഥിച്ച് कर. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ആത്മാവിൽ सब लोग आत्मा में प्रार्थना करे. ദൈവ ജലത്തിനെ തൊടുകയാണ്. परमेश्वर कईयों को छू ദൈവത്തിന്റെ रहे. ശക്തി ജലത്തിന് മേൽ വരികയാണ്. प्रभु की शक्ति कईयों पे आ ആത്മാവ് रही ജലത്തിന് है. മേൽ വരികയാണ്. आत्मा उतर ഇന്ന് रहा है. രാത്രി ഒരു വലിയ അഭിഷേകം, बड़ा ഒരു വലിയ अभिषेक, പകർച്ച बड़ा ഈ अभिषेक സഭയിൽ നടക്കുകയാണ്. इस कलीसिया में आए. Receive the power. वो ईश्वर के समान. പ്രാപിക്കുക. उसे पाए. ദൈവത്തിന്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. परमेश्वर की शक्ति उतरे. ഒരു സൈന്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. एक सेना यहाँ से खड़ी हो. രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്ന ഒരു സൈന്യം, देशों को जीतने वाली सेना. പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു തലമുറ, शहरों को छवि बदलने वाली सेना. ആരുടെ മുമ്പിലും വഴിമാറാത്ത സിംഹത്തെ പോലെ किसी के सामने से नहीं हटने वाले शेर की तरह. അഭിഷേകവുമായ ഒരു തലമുറ अभिषेक से भरी हुई ഇന്ന് രാത്രി പുറത്തു വരട്ടെ. आज यहाँ से निकले. शक्ति यहाँ है. Power. शक्ति. ഞാൻ ആത്മാവിൽ നിന്നെ നോക്കി പ്രവചിക്കുന്നു. मैं आत्मा में देखकर नबूवत करता हूँ.
നിന്റെ വീട്ടുകാരിട്ട പേര് ദൈവം മാറ്റാൻ പോകുകയാണ്. तेरे घर वालों ने जो नाम डाला उसे वो बदलने जा रहा है. നാട്ടുകാര് നിന്നെ വിളിച്ച പേര് ദൈവം മാറ്റിയിടാൻ പോകുകയാണ്. गांव वालों ने जो बुलाया उसे बदलने जा रहा है. ഇന്ന് രാത്രി ഒരു വിടുതൽ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. तुझ पर एक छुटकारा आ रहा है. ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാണ്. परमेश्वर तेरी हालत നിന്റെ बदलेगा. കുടുംബത്തിനകത്തൊരു വലിയ വിടുതൽ ഇന്ന് രാത്രി तेरे വെളിപ്പെടുകയാണ്. परिवार में छुटकारा आ रहा है. ആർക്കും പരിഹരിക്കാൻ പറ്റാതെ കിടക്കുന്നത് പരിഹരിക്കാൻ യേശു നിന്റെ വീട്ടിൽ ഇറങ്ങി വരികയാണ്. जिसका हल किसी के पास नहीं यीशु देना चाहता है. പരിശുദ്ധാത്മാവനോട് പറയുന്നു, पवित्र आत्मा कहता है പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ നിന്റെ വീടിനകത്ത് ദൈവം ചെയ്യാൻ പോകുകയാണ്. कुछ चिन्हों को वो प्रकट दिखाएगा और चमत्कार करेगा. ആ അടയാളത്തിലൂടെ അകന്നു നിൽക്കുന്ന ചിലതിനെ ദൈവം അടുപ്പിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. अपने उस चिन्ह के द्वारा दूर पड़े हुओं को वो नजदीक लाएगा. ദൈവം നിന്റെ കുടുംബത്തിന്റെ മേൽ ഇന്നുവരെ നിലനിന്നിരുന്ന പേരിനെ ക്യാൻസൽ ചെയ്യുകയാണ്. आज तक जो तेरे घर पर नाम था उसे यीशु बदल रहा है. ആരും വിളിക്കാത്ത, ആരും വിളിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പേര് ദൈവം നിന്റെ മേൽ വിളിക്കുവാൻ പോകുകയാണ്. एक ऐसा नाम यीशु देगा जिसको आज तक किसी ने नहीं पुकारा. കർത്താവ് നിന്നെ തൊടട്ടെ. यीशु तुझे छुए. ദൈവശക്തി നിന്റെ മേൽ വരുന്നു. प्रभु की शक्ति आ रही है. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റെടുക്കുന്നു. पवित्र आत्मा तुझे अपने कब्जे में लेता है. പ്രാർത്ഥന ബൗഷരാധന ഹൽക്കരാധന. Touch Lord. Touch her, Lord. Touch her. പ്രാപിക്കുക, പ്രാപിക്കുക, പ്രാപിക്കുക. पाए पाए पाए. സജു പാസ്റ്ററുടെ കയ്യിൽ ഒന്നുമില്ല. सजू पास्टर के पास कुछ नहीं है. സജു ഈസ് എ ബിഗ് സീറോ. सजू शून्य है. പക്ഷേ ഹീറോയായ ഒരുത്തൻ ഇവിടെ ഉണ്ട്. लेकिन हीरो कोई और आया है. ഇന്ന് രാത്രി അവൻ ഒരു ഹീറോയാണ്. वो ही हीरो है. ഇന്ന് രാത്രി पवित्र आत्मा के अभिषिक्तों को देखकर मैं ये कहता हूँ ഈ കാലഘട്ടത്തിന്റെ സ്റ്റാറായി വിളങ്ങാൻ ദൈവം നിങ്ങളുടെ മേൽ ഒരു നിയോഗം തരുകയാണ്. आज के युग के सितारे बनने के लिए यीशु आपको नियुक्त कर रहा है. उसे पाओ. पाओ. ആ വലിയ anointing ദൈവം റിലീസ് ചെയ്യുക. उस अभिषेक को आप ले लो. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ऊंची आवाज में हालेलुया. बैठिए. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. कुछ और बातें बताओ. മോർദെഖായി അറിഞ്ഞുകൊണ്ടിട്ട പേരാണോ എന്ന് എനിക്കറിയത്തില്ല. मुझे पता नहीं कि मोर्देकाई ने अपनी जानकारी के साथ वो नाम डाला था या नहीं, പക്ഷെ ഭാഷ ഞാൻ എന്റെ ഭാഷ പറയാം. लेकिन अपनी भाषा में बताता हूँ. ഞാൻ എന്റെ ഭാഷ പറയാം. मैं अपनी भाषा में बताता हूँ. പ്രാർത്ഥിക്കുന്നവന്റെ നാവിൽ നിന്ന് വന്ന ഒരു വിളിയാ. प्रार्थना करने वाले के मुंह से निकली थी ये बुलाहट. ഞാൻ ഇന്ന് രാത്രി പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ ആദരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ദൂത് പുറത്തു വന്ന അത് വെളിപ്പെട്ടിരിക്കും. मैं एक बात बताऊं, प्रार्थना करने वालों के मुंह से एक शब्द निकल जाए वो प्रकाशन बनकर निकलता है. പ്രാർത്ഥിക്കുന്ന മോർദെഖായി സ്റ്റാർ എന്നവളെ വിളിച്ചപ്പോ ഒരിക്കലും മോർദെഖായി പോലും സ്വപ്നം കണ്ടില്ല ഇവൾ പാർസി രാജ്യത്തിന്റെ രാജാവായ അഹശ്വേരോശിന്റെ പത്നിയായി ഒരിക്കൽ അവരോധിക്കപ്പെടുമെന്ന് അവൻ പോലും ചിന്തിച്ചില്ല. और जब मोर्देकाई के मुंह से ये शब्द निकला तो खुद मोर्देकाई ने कल्पना तक नहीं करेगी उसने की थी कि एक फारस के साम्राज्य में उठ सकने वाली एक औरत बन रही है वो. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ വായിൽ നിന്ന് വെറും വാക്കുകൾ വരത്തില്ലെന്ന്. ഇന്ന് രാത്രി ഒരു വാക്ക് വന്നാൽ അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കും. तो मैं यूं कहूंगा, प्रार्थना करने वालों के मुंह से कभी व्यर्थ शब्द नहीं निकलता है. यदि कुछ निकलता है तो जैसा निकला है वैसा होता है. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സന്തോഷ് ബ്രദറെ, പ്രാർത്ഥിക്കുന്നവന്റെ ആദരത്തിൽ നിന്ന് പ്രോഫസി പുറത്തു വരും. प्रार्थना करने वालों के मुंह से भविष्य ध्वनि निकलती है. പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് പ്രവചനമായി മാറും. प्रार्थना वाला कहता है वो भविष्य ध्वनि होती है.
ബൈബിൾ പറയുന്നു, बाइबल कहती है, വചനം പറയുന്നു, वचन कहता है, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. भविष्यवाणी मनुष्य की इच्छा से नहीं निकलती है. മനുഷ്യർ ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിച്ച് പറയുന്നതാണ് പ്രവചനം. मनुष्य आत्मा की प्रेरणा से जो कहता है वो भविष्यवाणी होती है. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ദൈവ നിയോഗം അറിയാൻ പറ്റത്തുള്ളൂ. ऐसा है तो उस प्रेरणा को प्रार्थना करने वाला ही जान सकता है. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ദൈവം സംസാരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. प्रार्थना करने वाला ही परमेश्वर की बातचीत जान सकता है. ചിലപ്പോൾ ദൈവം ഇടപെട്ടാലും ദൈവം സംസാരിച്ചാലും അത് വെറും തോന്നലുകളാണെന്ന് പറഞ്ഞ് മനുഷ്യൻ തള്ളിക്കളയാറുണ്ട്. कई बार जब परमेश्वर खुद बात करे मनुष्य ये कहकर टाल देता है, ये तो केवल मेरी अनुभूति है. എന്നാൽ പ്രാർത്ഥിക്കുന്നവനറിയാം ഇത് വെറും തോന്നലല്ല, ഇതൊരു നിയോഗമാണ്, അടുത്തൊരു മണ്ഡലത്തിലേക്കുള്ള ദൈവാത്മാവിന്റെ നടത്തിപ്പാണ്. लेकिन प्रार्थना करने वाले को पता है ये अनुभूति नहीं, परमेश्वर की नियुक्ति है. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇവിടെ നിന്ന് ഒരു പ്രവാചക കൂട്ടം പുറത്തു വരാൻ പോകുകയാണ്. यहाँ से भविष्यद्वक्ताओं का एक झुंड खड़ा होने जा रहा है. ബേഥേലിൽ നിന്ന് ഒരു പ്രവാചക കൂട്ടം പുറത്തിറങ്ങിയതുപോലെ बेतेल से जैसे एक भविष्यद्वक्ताओं का संघ निकला था, യെരിഹോവിൽ ഒരു പ്രവാചക കൂട്ടം ഉണ്ടായിരുന്നതുപോലെ यरीहो में जैसे भविष्यद्वक्ताओं का झुंड रहता था, ഗിൽഗാലിൽ ഒരു പ്രവാചക കൂട്ടം ഉണ്ടായിരുന്നതുപോലെ गिलगाल में नबियों का समूह रहता था. ഇവിടെ നിന്ന് यहाँ से എനിക്ക് ഈ സ്ഥലപ്പേര് അറിയാത്തോണ്ട് പറയുന്നു, ഈ സഭയിൽ നിന്ന് ഒരു പ്രവാചക കൂട്ടത്തെ ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. इस कलीसिया में से एक भविष्यद्वक्ता के झुंड को प्रभु निकाल रहा है. ഞാൻ പറഞ്ഞത് നിന്നെ കുറിച്ചാണ്, मैंने आपके बारे में कहा ഞാൻ है, പറഞ്ഞത് നിങ്ങളെ കുറിച്ചാണ്. आपके बारे में कह रहा हूं ഇന്ന് मैं. രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നവരോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. मेरा शब्द सुनने वालों से पवित्र आत्मा कह रहा है. അതിന്റെ അർത്ഥം നീ പുറത്തു വരാനുള്ള സമയമായി. इसका मतलब तेरे बाहर आने का समय आ गया. നീ ഒരിക്കലും അഹശ്വേരോശ് രാജാവിന്റെ പത്നിയാകാൻ ഒരിക്കലും നിനക്ക് ഒരർഹതയുമില്ല. अर्थक्षत्र राजा की पत्नी बनने की कोई काबिलियत तुझ में नहीं है. എന്റെ പ്രിയരെ, നിനക്ക് ആ സ്ഥാനത്ത് വരാൻ ഒരു യോഗ്യതയുമില്ല. उस पद पर आने की कोई भी योग्यता एस्तेर तुझ में नहीं है. പക്ഷെ ദൈവം നിന്നെ കുറിച്ച് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. लेकिन यदि योजना परमेश्वर ने बनाई है, रोकने की हिम्मत यहां पर किसी की नहीं है. ഏറ്റവും സന്തോഷമായി രാജാവിനോട് സഹകരിച്ചുകൊണ്ടിരുന്ന രാജ്ഞിക്ക് രാജാവിനെ അനുസരിക്കാതിരിക്കാൻ ഒരു തോന്നൽ. कितनी खुशी के साथ जो रानी राजा के साथ रह रही थी, आज्ञा तोड़ने का मन कैसे आया रानी में. രാജാവ് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോ സൗകര്യം ഇരുന്ന് അങ്ങോട്ട് വരാം. राजा ने बुलाया इधर, तो बोलता मन नहीं है आने का. അതുകൊണ്ട് അനുസരണക്കേടിനാൽ അവളുടെ സ്ഥാനം അവൾക്ക് നഷ്ടപ്പെടും. अनाज्ञाकारिता की वजह से उसका पद चला गया. പകരം ആ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ, और ഒരു उस- യുവതിയെ തിരഞ്ഞു നടക്കുകയാണ്. और उस जगह पर लाने के लिए एक युवती की खोजबीन शुरू हुई. ഈ വാർത്ത മൊർദെഖായിയുടെ കാതിലെത്തിയപ്പോൾ ये खबर जब मुर्देकाई के कानों तक पहुंची, മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, ഇത് നിന്റെ സമയമാണ്. मुर्देकाई ने एस्तेर से कहा ये तेरा समय है. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നു, ഇത് സഭയുടെ സമയം. आज रात को पवित्र आत्मा कलीसिया से कहता है ये कलीसिया का समय है. നിന്റെ പൊസിഷൻ മാറാൻ പോവാ. आपका पद बदलने जा रहा है. നീ ഒരു ഹയർ ലെവലിൽ ഉയർത്തപ്പെടാൻ പോകുകയാണ്. आप ऊंचे स्तर पर बढ़ने जा रहे हैं. നിനക്കൊരു യോഗ്യതയുമില്ല, योग्यता नहीं है, പുറമെ ഒരു യോഗ്യതയും നിനക്കില്ല. दिखाने में
कुछ नहीं है। നിനക്കത് ആഗ്രഹിക്കാൻ പോലുമുള്ള അവകാശമില്ല. इच्छा जताने तक की आजादी नहीं है। എന്നാൽ ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. लेकिन ये योजना ഇത് ദൈവത്തിന്റെ परमेश्वर की, പർപ്പസാണ്. ये परमेश्वर का मकसद है। ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ചാൻസ് ആണ്. तेरे लिए तैयार किया गया ये उसका अवसर है। ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഇവിടെ ഇരിക്കുന്നവരെ നോക്കി ഞാൻ പറയുന്നു, നിന്റെ ചാൻസ് വരുന്നുണ്ട്. आज रात को यहाँ बैठे हुए को कहूं मैं, आपका अवसर आ रहा है। നിനക്ക് ചാൻസ് വരുന്നുണ്ട്. आपका अवसर आ रहा है। ദൈവദാസന്മാരെ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കോൺഫറൻസിലേക്ക് ഹാനോക്ക് ദൈവത്തിന്റെ സ്ഥാനം ദൈവം മാറ്റിയിടുകയാണ് നിനക്ക് വേണ്ടി. और आपके लिए परमेश्वर के दास बड़े बड़े कॉन्फ्रेंसों की कुर्सियां आपके लिए तैयार हो रही हैं। ലോകം കണ്ട വലിയ കോൺഫറൻസുകളിൽ ആരൊക്കെയോ ഇന്നലകളിൽ സ്ഥിരം പ്രസംഗകരായിരുന്നെങ്കിൽ ഈ 2024 ദൈവം നിന്റെ ചാൻസ്, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകുകയാണ്. बड़े बड़े कॉन्फ्रेंसों में आज तक कई लोग प्रचार करते रहे होंगे, लेकिन अब आपको प्रभु एक दरवाजा उसके लिए खोल कर दे रहा है। ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, मैं दोबारा कहूं, നിന്നെ ഒരു അടിമയെ പോലെയാണ് എല്ലാവരും കണ്ടത്. हर एक ने तुझे गुलाम देखा। നിന്നെ ഒരു അനാഥ പെണ്ണിനെ പോലെയാണ് എല്ലാവരും കണ്ടത്. हर एक ने तुझे अनाथ देखा। എന്നാൽ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് സ്വർഗം നിന്നെ ഉയർത്തുവാൻ പോകുകയാണ്. लेकिन स्वर्ग आपको ऐसा बढ़ाएगा जिसके बारे में दुनिया में किसी ने नहीं देखा। അത് കാണുന്ന ഒരു കണ്ണിനും വിശ്വസിക്കാൻ കഴിയാത്ത ക്രമത്തിൽ ഒരു ഉയർച്ച വരികയാണ്. इतनी ऊंचाई कि देखने वाली आंखें तक विश्वास नहीं कर पाई। കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ ഇന്ന് പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. और परमेश्वर के दास ने कहा कि मैं खुद कईयों के लिए एक चमत्कार हूं। ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിന്റെ ശുശ്രൂഷ പലർക്കും ഒരു അത്ഭുതമായി തോന്നാൻ പോകുകയാണ്. मैं कहता हूं आपकी भी सेवा कईयों के लिए एक चमत्कार बनने जा रही है। നിന്റെ മേലുള്ള വിളി പലർക്കും ഒരു അത്ഭുതമാകാൻ പോകുകയാണ്. तेरी बुलाहट कईयों को चौंकाने जा रही है। നിന്റെ തിരഞ്ഞെടുപ്പ് ഇന്ന് പലരെയും സർപ്രൈസ് ചെയ്യാൻ പോകുകയാണ്. ഈ പട്ടണത്തിലെ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർ അത്ഭുതപ്പെടത്തക്കവണ്ണം ചില മിറക്കിൾ ദൈവസഭയ്ക്കകത്ത് നടക്കാൻ പോകുകയാണ്. यहाँ के अस्पताल के डॉक्टरों को चकित करने वाले चमत्कार यहाँ पर होंगे। നീ പലർക്കും ഒരു അത്ഭുതമാകുന്നു. आप खुद कईयों के लिए चमत्कार बनेंगे। നിന്റെ പ്രവചനം പലർക്കും ഒരു അത്ഭുതമാകാൻ പോകുന്നു. आपकी भविष्यवाणी कईयों के लिए चमत्कार बनेगी। നിന്റെ വാക്കുകൾ പലർക്കും ഒരു അത്ഭുതമാകാൻ പോകുന്നു. तेरे शब्द चमत्कार बनेंगे। ഞാൻ ഇന്ന് പകലിൽ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ പ്രസൻസ് ഈ ദേശത്തിലെ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾക്ക് ഒരു സർപ്രൈസ് ആകാൻ പോകുന്നു. मैं एक बार और कहूं, तेरी उपस्थिति यहाँ के अंधकार जगत के लिए एक चकित करने वाली वस्तु बनेगी। ഈ പട്ടണത്തിൽ കുടിയിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾക്ക് നീ ഒരു സർപ്രൈസ് ആകാൻ പോകുകയാണ്. इस शहर की दुष्टात्मा शक्तियों के लिए आप सरप्राइज बनने जा रहे हो। വലിയ ദൈവശക്തി വ്യാപരിക്കുന്നു. परमेश्वर की शक्ति आ रही। ആത്മാവിൽ തിരിച്ചറിയുന്നു, मैं आत्मा में ഒരു महसूस कर रहा തലമുറ हूं। എഴുന്നേൽക്കുകയാണ്. एक पीढ़ी उठ ഒരു रही है। തലമുറ പുറത്തു एक വരികയാണ്. पीढ़ी खड़ी हो ഒരു रही है। കൂട്ടത്തെ ദൈവ അഭിഷേകം एक झुंड को अभिषेक दे रहा है। പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റെടുക്കുന്ന രാത്രി. पवित्र आत्मा ये समय अपने हाथ में ले रहा है। ഞാനല്ല, ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. मैं नहीं, ये सेवा पवित्र आत्मा शुरू कर चुका है। ഈ യോഗം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. ये सभा पवित्र आत्मा अपने हाथ में ले चुका है। ഇന്നൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുകയാണ്. आज एक बेदारी आ रही है।
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. हालेलुया। ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത്. परमेश्वर की बड़ी उपस्थिति हमारे बीच में है। എനിക്ക് ഇങ്ങനെ തുടരാൻ ആഗ്രഹമുണ്ട്. मैं भी जारी रखना चाहता हूँ, നിങ്ങൾക്കെല്ലാം പോകേണ്ടത് കൊണ്ട് ഞാൻ വേഗം നിർത്തേണ്ട അത്യാവശ്യമുള്ളൂ. और क्योंकि आप सबको जाना है, हमें जल्दी रोकना भी है। നിങ്ങൾക്ക് നിന്നോ ഇരുന്നോ കേൾക്കാം. आप खड़े रह सकते हैं या बैठकर भी सुन सकते हैं। ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക യൗവനക്കാരത്തികളെ കൊട്ടാരത്തിലെത്തിച്ചു. उस जगह के सारी कई युवतियों को महल में लाया गया, ആ കൂട്ടത്തിൽ എസ്തേറും രാജസന്നിധിയിൽ വന്നു. और उस झुंड में एस्तेर भी राजा के सामने पहुंची। മോർദെഖായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എസ്തേറിനോട് ഒരു കാര്യം പറഞ്ഞു. और मोर्देकाई ने घर से निकलते वक्त एस्तेर से यूं कहा, നീ കൊട്ടാരത്തിൽ എത്തിക്കഴിയുമ്പോ जब तू महल में पहुंच जाए, രാജാവ് നിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, राजा को तू पसंद आए या न भी आए, നീ സെലക്ട് ആയാലും സെലക്ട് ആയില്ലേലും, चुनी जाए या न भी जाए, ഒരു കാര്യം ഓർത്തോണം. एक बात याद रखना, നിന്റെ യഥാർത്ഥ പേരും നിന്റെ കുലവും നിന്റെ ഗ്രഹവും നീ ആരാണെന്നും രാജാവിനോട് പറയുന്നു. राजा को मत बताना कि तू कहां से आई है, तेरा असली नाम क्या है, तेरा वंश क्या है। അനേക രാജാവിന്റെ മുമ്പിലൂടെ വന്നുപോയി. कई राजा के सामने से होकर गुजरी। എസ്തേറിന്റെ ഊഴമായപ്പോ, जब एस्तेर की बारी आई, രാജാവിന്റെ മുമ്പിൽ എസ്തേർ വന്നു നിന്നപ്പോ, एस्तेर जब राजा के सामने आकर खड़ी हुई, രാജാവിന് അവളെ ബോധിച്ചു. राजा को वो पसंद आई। ചരിത്രം പറയുന്നത് और इतिहास यूं कहता है, എസ്തേറിന്റെ സൗന്ദര്യത്തിൽ രാജാവ് ആകർഷിക്കപ്പെട്ടു. एस्तेर की सुंदरता से राजा आकर्षित हो गया। അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവദാസന്മാരോട് സഭയോട് കൂടിയിരിക്കുന്ന ദൈവജനത്തോട് ഒരു ദൂത് പറയാം. यदि ऐसा है तो परमेश्वर के दास कलीसिया और सब लोगों को एक वाणी सुनाता हूं। അനേകരെ ആകർഷിക്കുന്ന ഒരു ആത്മീക സൗന്ദര്യം ദൈവം നിന്റെ അകത്ത് ഇന്ന് രാത്രി പകരുകയാണ്. कईयों को अपनी ओर खींचने वाली एक आत्मिक सुंदरता यीशु तुम्हें दे रहा है। രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാർ നിന്നിലുള്ള ആത്മീക സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെടുന്ന ദിവസങ്ങൾ. कई राष्ट्रों के अधिकारी भी आपकी से आत्मिक सुंदरता की ओर खींचते चले आएंगे। എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കും? कितने लोग आज विश्वास करेंगे? ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നു, मैं आत्मा में यूं कहता हूं, നിന്റെ മേൽ പകർന്ന ദൈവിക കൃപാവരങ്ങളാൽ നീ രാജാക്കന്മാരെ പോലും ഇന്ന് രാത്രി അഭിഷേകത്തിൽ തൊടാൻ പോകുകയാണ്. आपको मिले हुए वरदानों के द्वारा तुम राजाओं को छूने जा रहे हो। സഭയുടെ ആത്മീക സൗന്ദര്യത്തിൽ ഈ പട്ടണം മയങ്ങിയപ്പോൾ, कलीसिया की आत्मिक सुंदरता के सामने ये शहर मंत्र मुक्त होगा। ഞാൻ ഇന്ന് രാത്രി ഒന്നുകൂടെ പറയുന്നു, ലൂസിഫർ കാണിച്ചു കൊടുത്ത സൗന്ദര്യത്തിനകത്ത് ലോകം മയങ്ങിക്കിടക്കുമ്പോ ഈ 2023 സെപ്റ്റംബർ 7-ാം തീയതി ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആത്മീക സൗന്ദര്യത്താൽ പട്ടണം സ്പർശിക്കപ്പെടാം. और मैं कहता हूं, जब आज लूसीफर की सुंदरता के कारण ये पूरा शहर जब उसके अंदर आकर्षित पड़ा है, आपको मिली हुई आत्मिक सुंदरता उन सबको आपकी ओर आकर्षित करेगी। ലോക സൗന്ദര്യത്തിൽ മയങ്ങിക്കിടക്കുന്ന ചിലത് നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ മുമ്പിൽ ഉണർന്ന് പുറത്തു വരാൻ പോകുകയാണ്. दुनिया की सुंदरता में मंत्र मुक्त पड़े कईयों को आपका अभिषेक खींच कर ले आएगा। അങ്ങനെ ഒരു അഭിഷേകം ദൈവം പകരുകയാണ്. एक ऐसा अभिषेक वो दे रहा है, രാജ്യങ്ങളെ തൊടുന്ന അഭിഷേകം, देशों को छूने वाला अभिषेक, രാജാക്കന്മാരെ തീർക്കുന്ന അഭിഷേകം, राजाओं को जीवित करने वाला अभिषेक, രാജാക്കന്മാരെ തിരിക്കുന്ന അഭിഷേകം, राजाओं को मोड़ने वाला अभिषेक, രാജ്യങ്ങളെ തിരിക്കുന്ന അഭിഷേകം. देशों को मोड़ने वाला अभिषेक। യേശുവിന്റെ പുറകിൽ നടന്ന 12 ശിഷ്യന്മാരോട് यीशु के पीछे चल रहे 12 चेलों से യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് पुनरुत्थान के बाद स्वर्गारोहण से तुरंत पहले അവരോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, प्रभु ने उनसे यूं कहा, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ കാത്തിരിക്കാം. यहीं पर रहना
जब तक कि ऊंचे पर से सामर्थ्य न पालो। എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. और जब पवित्र आत्मा तुम पर आएगा, तुम सामर्थ्य पाकर यरूशलेम, यहूदिया, समरिया और पृथ्वी के छोर तक मेरे गवाह बनोगे। ഉയരത്തിൽ നിന്ന് ശക്തി ധരിച്ചതിന് ശേഷം ऊंचे पर की शक्ति को पाकर പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തരാകും. पवित्र आत्मा जब आएगा तब सामर्थ्य पाओगे। അതിനുശേഷം നിങ്ങൾ എന്റെ സാക്ഷികളാകണമെന്നാണോ പറഞ്ഞേ? और उसके बाद में तुम मेरे गवाह बनना बोला था क्या? എന്റെ സാക്ഷികളാകണമെന്നാണോ പറഞ്ഞേ? तुम जाकर मेरे गवाह बनना ऐसा कहा था? ആകുവീൻ എന്നാണോ പറഞ്ഞേ? तुम जाकर बनना नहीं कहा, പിന്നെ എന്നാ പറഞ്ഞേ? तो क्या कहा? എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. മലയാളം പറഞ്ഞാൽ ആകും, അതിന്റെ അർത്ഥം എന്നാ? उसका मतलब क्या है? ആകേണം എന്ന് പറഞ്ഞെങ്കിൽ यदि वो कहता कि बनना, ഞാൻ പ്രവർത്തിക്കണം, ഞാൻ ചെയ്യണം എന്നുള്ളതല്ലേ? उसके लिए मैं काम करूं, मैं मेहनत करूं, मेरी कोशिश। ആകുവീൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ और यदि वो कहता कि चलो बनना, അവിടെയും ഞാൻ എന്തെങ്കിലുമൊക്കെ तो ചെയ്യണമെന്നല്ലേ? वहां पर भी कहीं ना कहीं मेरी कोशिश है। എന്നാൽ കർത്താവ് പറഞ്ഞ എന്താ? लेकिन प्रभु ने क्या कहा? നിങ്ങൾ ആകും तुम बनोगे। എന്ന് പറഞ്ഞാൽ इसका मतलब പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ पवित्र आत्मा यदि आ गया ആ ആത്മീക സൗന്ദര്യ ലോകം നിന്നിൽ ദർശിക്കും. तो वो आत्मिक सुंदरता आप में दुनिया देखेगी। ഇന്ന് രാത്രി നീ സൗന്ദര്യത്തിൽ ആത്മശക്തിയിൽ ഈ രാത്രി നീ നിറയുന്ന രാത്രിയാ. आज की रात उसी सुंदरता से, शक्ति से भरने की शाम। അതിന്റെ അർത്ഥം ഞാൻ ശക്തനാണ്, ഞാൻ ശക്തനാണ്, ഞാൻ ശക്തി പ്രാപിച്ചിട്ട് വരികയാണ് എന്നൊന്നും പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. इसका मतलब ये कहकर चलने की जरूरत नहीं है, मैं शक्तिशाली हूं, शक्तिशाली हूं, मैं बनने जा रहा हूं। ശക്തിയുള്ള നീ ഗദരദേശത്ത് കാലുവെക്കുമ്പോ കല്ലറെ കിടക്കുന്നവൻ അറിയാം ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നെന്ന്. शक्ति पाए हुए जब तुम गिरासेनियों में जाकर कदम रखोगे, कब्र में बैठे हुए को पता चल जाएगा तुम आ गए। ലോകത്തിൽ ആർക്കും ഒതുക്കാൻ കഴിയാത്തത് നിന്റെ കാലിന്റെ മുമ്പിൽ ഒതുങ്ങി തീരുന്ന നാളുകൾ വരാൻ പോകുകയാണ്. दुनिया में जिसको कोई वश में नहीं कर पाया, वो तेरे पांवों तले वश में आ रहा है। ചെങ്ങലകൾക്ക് ബന്ധിച്ച് ഒതുക്കുവാൻ കഴിയാത്തത് നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ മുമ്പിൽ ഒതുക്കുവാൻ പോകുകയാണ്. जिसको जंजीर बांध नहीं पाई, तेरा अभिषेक उन्हें बांधने जा रहा है। രാജ്യങ്ങളെ തൊടുന്ന ഒരു അഭിഷേകം, देशों को छूने वाला अभिषेक, രാഷ്ട്ര തലവന്മാരെ തിരിക്കുന്ന ഒരു അഭിഷേകം, राष्ट्र के अधिकारियों को बदलने वाला अभिषेक। വലിയ ക്രൂസൈഡിനകത്തല്ല, बड़े क्रूसेडों में नहीं, വലിയ അപ്പോസ്തലന്മാർ ലോകം അറിയുന്നവർ ഇറങ്ങി നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അല്ല. बड़े विख्यात प्रेरित आएंगे तभी नहीं, സാധാരണക്കാരായ മനുഷ്യർ ഇന്നു രാത്രി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ രാത്രിയിൽ ഒരാത്മീക സൗന്ദര്യം നിന്റെ അകത്തു നിന്ന് പുറത്തെടുക്കാൻ പോകുക. जब आप साधारण व्यक्ति प्रार्थना के साथ समर्पित करेंगे, आपकी सुंदरता की ओर वो खिंचते चले आएंगे। നിന്റെ തൊലി വെളുത്തതായിരിക്കും, നിന്റെ തൊലി കറുത്തതായിരിക്കും. आपकी चमड़ी काली होगी या गोरी होगी, നിന്നെ കണ്ട ആഫ്രിക്കക്കാരനെ വിട്ടിരിക്കും, അന്റാർട്ടിക്കക്കാരനെ വിട്ടിരിക്കും. लगते अफ्रीका वाले होंगे या अंटार्कटिका वाले होंगे। ഇതെല്ലാം കണ്ണാടി നോക്കുമ്പോഴാണ് നിനക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. दर्पण में देखते हो तब आपके अंदर तड़पन शुरू होती है। അതുകൊണ്ട് അങ്ങനെ പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നത് ഇന്നു മുതൽ കണ്ണാടി നോക്കല്ല. ऐसी कोई दिक्कत आप में है, सुझाव देता हूं, दर्पण देखना बंद कर दो। നിന്റെ കണ്ണാടി കള്ളം പറയുന്നതാ. आपका आईना झूठ बोल रहा है। നീ നോക്കുന്ന കണ്ണാടി കള്ളം പറയുന്നതാണ്. आप जिस आईने में देख रहे हो
झूठ बता रहा है। നിന്റെ ശരിയായ രൂപത്തെ പ്രതിബിംബിക്കാൻ ആ കണ്ണാടിക്ക് കഴിയത്തില്ലെന്ന്. अरे तेरे असली रूप को वो आईना दिखा नहीं सकता। എന്നാൽ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ നീ നോക്കേണ്ട കണ്ണാടി ഇതാണ്. ഇതിലേക്ക് നിന്റെ മുഖം നോക്കിയാൽ നീ ആരാണെന്ന് ഈ പുസ്തകം നിനക്ക് പറഞ്ഞു തരും. लेकिन सुबह उठते ही एक दर्पण ये इसमें देखो, ये बताएगा तू कैसा दिखता है। ലോകം പറയുന്നതിനകത്ത് ഒതുങ്ങുന്നയാളല്ല നീ എന്ന് ഈ പുസ്തകം നിന്നോട് പറയൂ. ये पुस्तक बताएगी तू वो छोटा मोटा नहीं कि दुनिया के सामने झुक जाए। ഈ കണ്ണാടി നിന്നോട് പറയൂ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. और ये बताएगी अंधकार में से निकलकर अद्भुत ज्योति का बखान करने के लिए बुलाए गए पवित्र लोग, निज प्रजा, राजकीय याजक वंश हो। അഹശ്വേരോശ് രാജാവ് എസ്തറിനെ കണ്ടപ്പോ हस्तक्षत्र राजा ने जब एस्तेर को देखा, ഇനി ഒരു 10 പേരോടെ കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചില്ല. उसने ये नहीं सोचा चल 10 को और देख लेता हूं फिर बताता हूं। അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ, उसके चेहरे को देखते ही, അവളുടെ സൗന്ദര്യം കണ്ടപ്പോ उसकी सुंदरता देखते ही രാജാവ് എഴുന്നേറ്റു. राजा खड़ा हुआ, കിരീടം എടുത്ത് അവിടെ തലയിൽ വെച്ചു. मुकुट उसके सिर पर रख दिया। ഈ കിരീടം ഈ തലയിൽ ഇരിക്കുമ്പോ, और एक मुकुट जब सिर पर है, അവളുടെ ഐഡന്റിറ്റി മാറിയിരിക്കുന്നു. इसकी पहचान बदल गई। പാസ്റ്റർ, ഐഡന്റിറ്റി മാറാൻ പോവാ. मास्टर, पहचान बदल रही है। ഈ ചർച്ചിന്റെ ഐഡന്റിറ്റി മാറാൻ പോവാ. इस कलीसिया की पहचान बदल रही है। നിന്റെ ഐഡന്റിറ്റി മാറാൻ പോവാ. आपकी पहचान बदल रही है। ഓ ശരഖമസേ രഥരവശതനിയ. ഈ കിരീടം വെച്ച് इस मुकुट को धरकर എസ്തർ പുറത്തേക്ക് ഇറങ്ങുമ്പോ, एस्तेर जब बाहर निकलती है, ഇവൾ അനാഥയായിരുന്നു, अनाथ थी, ഇവൾ അടിമപ്പെണ്ണായിരുന്നു, गुलाम थी, ഇവൾ ആരോരും ഇല്ലാത്തവളായിരുന്നു. कोई नहीं था इसका। പക്ഷെ ഈ കിരീടം പറയുന്നു, लेकिन मुकुट कुछ और कहेगा। ഇവൾ ഒരു രാജ്യത്തിന്റെ, ये एक राज्य की രാജാവിന്റെ പത്നിയാണ്. रानी है। മിണ്ടുന്നില്ലല്ലോ. कोई कुछ नहीं बोल रहा। അയ്യോ, ഞാൻ അനാഥനാണ്, अरे मैं तो अनाथ हूँ, എനിക്ക് ആരുമില്ലേ, मेरा कोई नहीं, കടഭാരം കൊണ്ട് ജീവിതം വീർപ്പുമുട്ടിയെ, कर्ज में मुश्किल से जीता हूँ, എന്നും കഷ്ടതയാണ്, हमेशा दुख है, എന്നും പ്രശ്നമാണ്. हर दिन मुसीबत है। രക്ഷിക്കപ്പെട്ടയാണോ? उधार पाया आपने? നീ വീണ്ടും ജനിച്ചപ്പോ जब आपने नया जन्म पाया, നിന്റെ ഐഡന്റിറ്റി മാറി. आपकी पहचान बदल गई। ഒരിക്കൽ നീ അടിമയായിരുന്നു, आप थे बंधुआई में, ഒരിക്കൽ നീ ശത്രുവിന്റെ കാൽ കീഴിലായി, आप थे शत्रु के नीचे, ഒരിക്കൽ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവമായിരുന്നു, आप थे बिन आजादी के, ഒരിക്കൽ നീ എല്ലാ നിലയിലും ഒന്നും അഭിമാനിക്കാനില്ലാത്തവളായി. थे ऐसे समय में कुछ भी गर्व करने को नहीं था। പക്ഷെ ഈ കിരീടം നിന്റെ തലേ കയറിയപ്പോ, लेकिन जब ये मुकुट तेरे सिर पर आ गया, ഇന്ന് നീ അടിമയല്ല, आज तू गुलाम नहीं है, ഇന്ന് നീ അടിമയല്ല, आज तू दास नहीं है, ഇന്ന് നീ ആരുമില്ലാത്തവളല്ല, आज तू ऐसा नहीं जिसका कोई नहीं, ഇന്ന് നീ അനാഥയല്ല. आज तू अनाथ नहीं। ദൈവസഭയെ, परमेश्वर की कलीसिया, ഇന്നലെ നീ ഇരുട്ടിലായിരുന്നു, कल तुम अंधकार में थे, നീ അന്ധകാരത്തിൽ അടിമപ്പെട്ടിരുന്നു, आप उस अंधकार के गुलाम थे, അന്ധകാരത്തിന്റെ പ്രഭു നിന്നെ വാണിരുന്നു. अंधकार के सम्राट ने तुझ पर പക്ഷേ राज किया യേശു था, നിന്നെ വിളിച്ചു, लेकिन यीशु ने तुझे बुलाया, കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തു. प्रभु ने तुझे चुना। അവന്റെ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ ജനമായി, സ്വന്തം ജനമായി, വിശുദ്ധ വംശമായി അവൻ നിന്നെ മാറ്റിയിരിക്കുന്നു. और उसने आपको राजा, याजक,
पवित्र प्रजा, अपने लोग पवित्र वंश बनाया। That is my identity. ये है मेरी पहचान, അതാണ് എന്റെ അടയാളം. ये है मेरी निशानी। ഞാൻ ഇന്ന് ഇരുട്ടിലല്ല, आज मैं अंधेरे में नहीं हूँ, ഞാൻ ഇന്ന് വെളിച്ചത്തിലാണ്. आज मैं रोशनी में हूँ। ഇരുട്ടിന് എന്റെ മേൽ അവകാശമില്ല, अंधकार का मुझ पर कोई अधिकार ഇരുട്ടിന് नहीं, എന്റെ മേൽ അധികാരമില്ല. अंधकार का कोई अधिकार नहीं। ഒരുവൻ ഇരുളിനെ ജയിച്ച് എന്നെ വീണ്ടെടുത്തു. तो जिसने अंधकार पर जय पाई, उसने मुझे छुड़ा लिया। ഞാൻ ഇവിടെ നിൽക്കുമ്പോ मैं जब यहाँ पे खड़ा हूँ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിൽ ഇറങ്ങി വന്നിട്ട് എന്റെ ആത്മാവിനോട് പറയുന്നു, യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. और परमेश्वर का आत्मा मुझसे आकर मेरे आत्मा से कहता है कि तू परमेश्वर का बेटा है। പാസ്റ്റർ പറഞ്ഞതല്ല, पास्टर ने नहीं कहा, പ്രവാചകൻ തലേ കൈവച്ച് മകനെ എന്ന് വിളിച്ചു പറഞ്ഞല്ല. भविष्यद्वक्ता ने आकर सिर पर हाथ रखकर वाणी नहीं बताई। ദൈവത്തിന്റെ ആത്മാവ് परमेश्वर के आत्मा ने എന്റെ ആത്മാവോട് मेरे आत्मा से ടെസ്റ്റിഫൈ ചെയ്യുന്നു, आकर गवाही दी, എന്നെ ഉറപ്പിക്കുന്നു, मुझे निश्चितता दी। ഞാൻ ദൈവത്തിന്റെ മകനാണ്, मैं परमेश्वर का बेटा हूँ, ഞാൻ ദൈവത്തിന്റെ മകളാണ്. मैं परमेश्वर की बेटी हूँ। ഇന്ന് രാത്രി നീ അത് വിശ്വസിക്കുന്നെങ്കിൽ, आज रात यदि आप विश्वास करते हैं, ആത്മാവ് നിനക്ക് തന്ന ഐഡന്റിറ്റിയെ നീ അംഗീകരിക്കുന്നെങ്കിൽ, आत्मा के द्वारा दी गई पहचान को यदि स्वीकार करते हैं, ഇന്ന് രാത്രി നീ ഈ രാജ്യത്തെ തിരിക്കൂ. आज आप इस देश को बदलेंगे, നീ ഇന്ത്യയെ തീടു. आप भारत को बदलेंगे। ഹല്ലേലൂയ. हालेलुया। എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ താല്പര്യമുണ്ട്, कई सारी बातें बताने का मन आ रहा है, പക്ഷേ എനിക്ക് തന്ന സമയം തീർന്നു. लेकिन समय मेरा खत्म हो गया ഇനി ഗ്രേസ് പീരീഡ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. और अनुग्रह ग्रेस पीरियड है ही नहीं है। പോകാനോ? ഇവളുടെ തലയിൽ ഈ കിരീടം ഇരിക്കുമ്പോ जब इसके सिर पर ये मुकुट रहता है, എല്ലാവർക്കും മനസ്സിലായി, हर एक को पता चल गया, എസ്തേർ ഇനി പഴയ എസ്തേർ അല്ല. ये एस्तेर पुरानी वाली नहीं है। പരിശുദ്ധാത്മാവ് എന്നിൽ വാഴാൻ തുടങ്ങിയപ്പോ, पवित्र आत्मा ने जब मुझ में रहना शुरू कर दिया, എനിക്ക് മാത്രമല്ല मुझे ही नहीं, ലോകത്തിനും दुनिया को, ഇരുട്ടിന്റെ അധികാരങ്ങൾക്കും अंधकार के अधिकारियों ഒരു को കാര്യം മനസ്സിലായി, ये पता चल गया, സാജു ഇനി പഴയ സാജു അല്ല. ये जॉनसन अब पुराना नहीं है। നിങ്ങൾ പഴയ ആളാണോ? क्या आप पुराने हैं? പിന്നെ ഇന്നലെ കരഞ്ഞ പോലെ ഇന്ന് കരയുന്നത് എന്താ? तो फिर कल की तरह आज भी क्यों रो रहे हो? ഇന്നലെ അബദ്ധ പറഞ്ഞ പോലെ ഇന്നും ഈ വാഴ്വാക്കുകൾ പറയുന്നത് എന്താ? और कल जैसे बोल रहे थे, आज भी वैसे ही व्यर्थ बातें क्यों बता रहे हो? ഈ കിരീടം നിന്റെ തലയെ കയറിയപ്പോഴത്തേനും നിന്റെ പൊസിഷൻ മാറി. आपके सिर पर जब मुकुट आ गया, पद बदल गया आपका। ഒത്തിരി സമയം ഞാൻ എടുക്കുന്നില്ല, ज्यादा समय मैं नहीं लूंगा। ഈ കിരീടം ധരിച്ച് കൊട്ടാരത്തിൽ ഇരിക്കുന്ന എസ്തേറിനോട്, मुकुटधारी एस्तेर जो महल में बैठी है, അവളിപ്പോ കൊട്ടാരത്തിലാണ്, अब वो महल में है, അവക്കപ്പോ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. अब उसे केवल महल में हो रही गतिविधियां ही पता है। എസ്തേറിന് മനസ്സിലാകാത്ത ഒരു ബ്ലൈൻഡ് സ്പോട്ട് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. एस्तेर को भी नहीं पता था, उसकी जिंदगी में भी एक ऐसी जगह थी जो खुद उसके लिए छुपी थी। പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഏരിയ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഉണ്ടായിരുന്നു. हमारी आत्मिक जिंदगी में भी एक ऐसा कोना होगा जो हम तक पहचान नहीं पाते हैं। അതുകൊണ്ട് ഒറ്റ മിഷനിൽ പോകുന്നവരെല്ലാം ഓർത്തോണം, ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ ചിലപ്പോൾ തകരാൻ സാധ്യത. और इसीलिए आप जब मिशन के लिए निकलते हैं तो हमेशा ध्यान रखना, ये कोना हमें हरा सकता है। യേശുവിനെ നോക്ക്, മിഷന് വേണ്ടി അയച്ചവരെ എല്ലാം ഒറ്റയ്ക്കല്ല കർത്താവ് വിട്ടത്, രണ്ടുപേരെ. और इसीलिए यीशु को देखिए कि जब मिशन के लिए लोगों को भेजा तो एक एक करके नहीं, दो करके। എനിക്ക് മനസ്സിലാകാത്ത എന്റെ ബ്ലൈൻഡ് സ്പോട്ട് जो कोना പാസ്റ്റർക്ക് മനസ്സിലാകും. जो कोना मुझे समझ नहीं आ रहा, मेरे सहयोगी पास्टर को पता चलता है।
ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാ ചർച്ചിൽ പോകുന്നത്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. कई लोग बोलते हैं भैया चर्च में जाने की क्या जरूरत है, घर पे बैठने पे क्या सुनता नहीं परमेश्वर? ദൈവം കേൾക്കും. परमेश्वर सुनेगा കാരണം എന്റെ ദൈവം പൊട്ടനല്ലാത്തതുകൊണ്ട് ആര് പറഞ്ഞാലും എവിടെ നിന്ന് പറഞ്ഞാലും കേൾക്കും. क्योंकि मेरा परमेश्वर बहरा नहीं है, कहीं पर भी कोई भी बोले सुनना तो है ही है। പക്ഷേ लेकिन നീ തകരാതിരിക്കണമെങ്കിൽ तेरा नाश होने से बचने के लिए നിന്നെ വഴി കാണിക്കാനുള്ളവർ, तुझे जो रास्ते दिखाने वाले हैं, നിനക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുന്നവർ, आपके लिए जो बिचवई करते നിനക്ക് हैं, വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, आपके लिए जो प्रार्थना करते हैं, അങ്ങനെ ഉള്ള ഒരു കൂട്ടത്തെയാണ് ദൈവം സഭയിൽ ഒരുമിച്ച് एक ऐसे झुंड को वो कलीसिया में इकट्ठा करता है। നിനക്ക് മനസ്സിലാകാത്ത നിന്റെ ബ്ലൈൻഡ് സ്പോട്ട് മനസ്സിലാക്കി തരാനാണ് ഒരു അഭിഷക്തനെ ദൈവസഭയിൽ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. आपको जो समझ में नहीं आ रहा, उन छुपे कोनों के बारे में आपको समझाने के लिए कलीसिया में उसने अभिषिक्त रखे हैं। ഇനി ഞാൻ ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്താണെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. तो जब मैं यहाँ पे ब्लाइंड स्पॉट या छुपा हुआ कोना वगैरह बोल रहा हूँ, आप सोच रहे हो भैया ये कौन सा कोना है? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. समझाने के लिए एक उदाहरण बताता हूँ। വണ്ടി ഓടിക്കാൻ അറിയുന്ന എത്ര പേരുണ്ട്? कितने लोग गाड़ी चलाना जानते हैं? കാർ ഉള്ളവര്. कितनों के पास में 4 पहिया है ഇനി വണ്ടിയിൽ कार है, വണ്ടിയിൽ ഫ്രണ്ടിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടുള്ളവര്. और कितनों ने गाड़ी के आगे बैठकर यात्रा की है? ഇനി വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരെല്ലാം കൈവക്കുക. गाड़ी में यात्रा करने वाले, कोई भी गाड़ी, खुद ही या दूसरे की गाड़ी बैठे हुए लोग। പാവപ്പെട്ട കുറച്ചു പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവര് നടന്നേ ജീവിതം. कुछ बेचारे ऐसे लग रहे हैं जिंदगी में पैदल ही यात्रा करी है हमने। എന്റെ പ്രിയരെ, मेरे प्रियो, വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ जब गाड़ी कोई चलाता है, ഒരു വലിയ ടേണിങ്ങിൽ എത്തുമ്പോൾ जब एक मोड़ पर पहुंचता है, ചില സമയങ്ങളിൽ എതിരെ വരുന്ന വാഹനത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. कई बार सामने से आने वाली गाड़ी का उसे पता नहीं चलता। വണ്ടി ഓടിക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ. गाड़ी चलाने वाले को ये पता रहता है। ചില വണ്ടി യാത്ര ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് നോക്കി വണ്ടി ഇങ്ങനെ തിരിക്കും. और आपने कई गाड़ियों में बैठे हुए देखा होगा कि कई मोड़ पर आने के बाद में ड्राइवर अपनी सीट से थोड़ा हटकर यूं घुमाता है। കാര്യം പുള്ളിയുടെ സൈഡിൽ കൂടെ നോക്കിയാ അവിടെ ഒരു പോസ്റ്റ് ഉള്ളത് കൊണ്ട്, ആ ഗ്ലാസിന്റെ സൈഡിൽ ഒരു വലിയ പോസ്റ്റ് ഉള്ളതുകൊണ്ട് അത് കണ്ണിന്റെ കാഴ്ചയെ മറയ്ക്കുന്നു ചില സമയങ്ങൾ. और क्योंकि वो उस समय वहीं पर बैठकर मोड़े, तो क्योंकि बिल्कुल शीशे के पास में वो एक रुका हुआ भाग है, वो उस दृष्टि को रोक सकता है। ഇത് ചില ടേണിങ്ങുകളിൽ മാത്രമേ ഉള്ളൂ. वे मोड़ जब आता है तभी आती है ये दिक्कत। അപ്പൊ എതിരെ വാഹനം വരുന്നുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാത്തോണ്ട് ഇദ്ദേഹം റോങ് വേയിൽ കയറി ചെല്ലും, ആക്സിഡന്റ് ഉണ്ടാവും. और ये क्योंकि उससे वो पता नहीं चल रहा गाड़ी आ रही है, वो गलत दिशा में चला जाएगा, टक्कर हो सकती है। അപ്പൊ ഡ്രൈവർ കണ്ടില്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആള് പറയും വണ്ടി വരുന്നുണ്ടെന്ന് നോക്കി ഇവിടെ. तो उस समय ड्राइवर ने नहीं देखा, लेकिन पास वाला बोलता है अरे गाड़ी आ रही है गाड़ी। ഇതുപോലെ എസ്തേറിന്റെ ജീവിതത്തിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. ऐसे एस्तेर की जिंदगी में भी एक छुपा हुआ कोना था। പാസ്റ്റർ, അവൾക്ക് മനസ്സിലായില്ല ഒരു ഹാമാൻ ഒരു ജാതിക്കും അവൾക്കുമെതിരെ ഒരു ദേശം മുഴുവൻ തകർക്കാൻ, ഒരു ജാതിയെ മുഴുവൻ തകർക്കാൻ പദ്ധതികൾ സ്വരൂപിക്കുന്നത് അവൾക്ക് പിടികിട്ടിയില്ല. एस्तेर को पता नहीं चला, हामान उसके कुछ लोग पूरी जाति को खत्म करने का षड्यंत्र रच रहे हैं। പക്ഷെ പുറത്തിരിക്കുന്ന മോർദെഖായിക്ക് പിടികിട്ടി. लेकिन बाहर बैठे मोर्देकाई को पता चल गया। മോർദെഖായി പറയുകയാണ്, मोर्देकाई कहता है നീ ഈ സമയത്ത് മിണ്ടാതിരുന്ന यदि तू इस समय चुप रहे, യഹൂദന്റെ രക്ഷ വേറെ എവിടെ നിന്നെങ്കിലും വരും. यहूदियों का उद्धार कहीं से आ जाएगा। അതിന്റെ അർത്ഥം उसका मतलब നമ്മെ മുഴുവനും തകർക്കാനുള്ള പദ്ധതിയുമായി ഒരുത്തൻ രാജ്യത്ത് എഴുന്നേറ്റ് വരികയാണ്. एक देश में हमारे विरुद्ध कोई षड्यंत्र के साथ आ रहा है। ഇനി ഈ ജാതി ഇവിടെ വേണ്ടെന്ന് അവൻ പറയുകയാണ്. वो कहता होगा कि ये जाति अब यहाँ नहीं रहे। പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഈ രാജ്യത്ത് വേണ്ട എന്ന് അവൻ തീരുമാനിക്കുകയാണ്. वो कहता है कि अब इस जगह पर प्रार्थना वाले
नहीं चाहिए। ഇത് തിരിച്ചറിഞ്ഞ മൊർദെഖായി പറഞ്ഞു, ഇത് മിണ്ടാതിരിക്കേണ്ട സമയമല്ല, ഇത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. लेकिन पहचान चुका, मोर्दकाई कहता है ये चुप रहने का नहीं, प्रार्थना का समय है। എസ്തേർ ഇതൊന്നും അറിയുന്നതേയില്ല. एस्तेर को इसका कोई पता नहीं चल रहा, പക്ഷെ മൊർദെഖായി ആത്മാവിൽ സെൻസ് ചെയ്തപ്പോൾ ആ വിവരം എസ്തേറിനെ അറിയിച്ചിട്ട് പറഞ്ഞു, നമ്മൾ എഴുന്നേൽക്കേണ്ട സമയമാണ്. लेकिन मोर्दकाई को जैसे ही पता चला, उसने एस्तेर को जाकर कहा उठने का समय आ गया है। എന്നെ കേൾക്ക്, ഞാൻ ഇനി ഒരു മാർമികമായ ദൂത് മാത്രം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. सुनिएगा, मैं एक भेद की बात बताकर जल्दी समाप्त करता हूं। എസ്തേറിനോട് മൊർദെഖായി പറയുന്ന ഒരു വേടുണ്ട്. एस्तेर मोर्दकाई को एक शब्द कहता है, ഇതിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് രാജസന്നിധിയിൽ വന്നത്. इसीलिए तू इस राजकीय पद पर आई है। നീ വിചാരിച്ചു നിന്റെ കഷ്ടത മാറ്റി, നിന്റെ രോഗം മാറ്റി, നിന്റെ കുഞ്ഞിന്റെ കല്യാണം നല്ലതായിട്ട് നടത്തി, നിന്റെ കുഞ്ഞിന് നല്ല അഡ്മിഷൻ തന്നു, ദൈവം എത്ര നല്ലവനാണെന്ന് നീ പാടുമെന്ന് വിചാരിച്ച് തമ്പുരാന് പുകഴ്ച കിട്ടാൻ വേണ്ടി അല്ല നിന്നെ രക്ഷിച്ചത്. तूने सोचा कि मेरी सकेती दूर हो जाएगी, कष्ट दूर हो जाएंगे, शादी वादी हो जाएगी, बढ़िया सब कुछ हो जाएगा, महिमा दूंगी, परमेश्वर भी खुश हो जाएगा, उसके लिए नहीं। ഇന്ത്യയെ മുഴുവൻ നശിപ്പിക്കുവാൻ എഴുന്നേറ്റ് വരുന്ന ദുരാത്മ മണ്ഡലങ്ങളെ ആത്മാവിൽ കണ്ട് പൊസിഷൻ ചെയ്യാൻ സഭയോട് പരിശുദ്ധാത്മാവ് പറയുക. भारत के खिलाफ उठ रही दुष्ट आत्मा की शक्तियों के खिलाफ अपना पद लेने के लिए आत्मा घोषणा दे रहा है। കണ്ടില്ല എന്ന് പറഞ്ഞ്, കേട്ടില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങാൻ ദൈവം നിന്നെ വിടുന്നില്ല. देखा नहीं, सुना नहीं का बहाना बनाकर वो आपको दबकर बैठने नहीं देगा। നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവം നിന്നെ ഓർമ്മിപ്പിക്കുക, നിന്നെ ഇവിടെ അടിമ വീട്ടിൽ നിന്ന് അധികാര കസേരയിൽ നിന്നെ തമ്പുരാൻ എത്തിച്ചത് ഇതിനു വേണ്ടിയാ. यदि तुझे समझ में नहीं आया तो याद दिलाता हूं, गुलाम घर से तुझे इस पीढ़ी तक, इस पद तक लाने के पीछे उसका मकसद इस समय के लिए था। ഇത് ലോകത്തിൽ ആർക്കും മനസ്സിലായില്ല, दुनिया में किसी को पता नहीं चला, പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് മാത്രമേ പിടികിട്ടുള്ളൂ. लेकिन प्रार्थना करने वाले मोर्देकाई को पता चला। പ്രാർത്ഥനയുടെ ആത്മാവ് അകത്തുള്ളവന് മാത്രമേ ഇന്ന് രാത്രി തിരിച്ചറിയൂ, ഇന്ത്യയിൽ പ്രാർത്ഥനയുടെ ആവശ്യം വന്നിരിക്കുന്നു. जिसमें प्रार्थना का आत्मा रहता है उसी को पता है आज भारत के लिए प्रार्थना का समय आ गया है। അതുകൊണ്ട് ഇന്ന് രാത്രി കിരീടമുള്ള എസ്തേറുമാരോട് പറയുന്നു, നീ പൊസിഷൻ ചെയ്യണം. इसलिए मुकुटधारी एस्तेरो सुनिए, अपनी कुर्सी पर आ जाइए। ഞാൻ ദൈവജനത്തോട് പറയുന്നു, परमेश्वर के लोगों से कहूं, നീ നിന്റെ സ്ഥാനത്ത് എഴുന്നേൽക്കണം. आप अपने पद पर खड़े हो जाएं। നീ നിന്റെ അധികാര പദവിയിൽ എഴുന്നേൽക്കണം. आप अपने अधिकार के पद पर खड़े हो जाएं। നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തിയിൽ എഴുന്നേൽക്കണം. मिले हुए अभिषेक की शक्ति में खड़े हो जाएं। ശ്രദ്ധിക്ക, ശത്രു ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് അങ്ങോട്ട് കയറി അടിക്കാൻ ഇന്ന് രാത്രി അധികാരം പ്രാപിക്കണം. सुनिएगा, शत्रु के हमला करने से पहले आक्रमण करने का अधिकार आप पाए। ശത്രുവിന്റെ ആഗ്രഹം നമ്മുടെ രാജ്യത്ത് നിവർത്തിക്കപ്പെടുന്നതിന് മുൻപ് ദൈവത്തിന്റെ ആഗ്രഹം ഇന്ത്യയിൽ നടക്കാൻ ദൈവസഭ പൊസിഷൻ ചെയ്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. दुश्मन की योजना सफल होने से पहले परमेश्वर की योजना को यहाँ लागू करने के लिए कलीसिया को अपना पद संभालना और खड़ा होना होगा। നീ മിണ്ടാതിരുന്നാൽ, यदि तू चुप रहे, നീ മിണ്ടാതിരുന്നാൽ यदि तू चुप रहे, ദൈവം പരാജയപ്പെടത്തില്ല. परमेश्वर नहीं हारेगा। ജനത്തിന്റെ വിടുതലിന് വേണ്ടി लोगों के छुटकारे के लिए ദൈവം വേറെ ആരെയെങ്കിലും എഴുന്നേൽപ്പിക്കും. परमेश्वर किसी और को खड़ा करेगा। എന്നാൽ लेकिन നീ മിണ്ടാതിരുന്നാൽ यदि तू चुप रहे, ദൈവത്തെ പരാജയപ്പെടുത്താമെന്ന് നീ ചിന്തിക്കണ്ട. मत सोचना कि तू परमेश्वर को हरा देगा। നീ മിണ്ടിയില്ലെങ്കിൽ ജനം വിടുവിക്കപ്പെടത്തില്ലെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. मत सोचना यदि मैं न बोलूं तो परमेश्वर नहीं बचेगा। ശ്രദ്ധിച്ചു കേൾക്ക, നീ മിണ്ടിയില്ലെങ്കിൽ ദൈവം മിണ്ടാൻ വേറെ ആരെയും എഴുന്നേൽപ്പിക്കും. यदि तू न बोले, बोलने वाले किसी और को
वो उठा देगा। അവരിലൂടെ ദേശത്തിന്റെ വിടുതൽ നടക്കും. उनके द्वारा इस जगह का छुटकारा आ भी जाएगा। പക്ഷേ സഭ മിണ്ടിയാൽ, लेकिन यदि कलीसिया बोले, നീ സംസാരിച്ചാൽ, यदि आप बोले, ദൈവത്തിനു വേണ്ടി നീ നിന്നാൽ, परमेश्वर के लिए आप खड़े रहे, വേറെ ആരെങ്കിലുടെയുമല്ല, നിന്നിലൂടെ ഇന്ത്യയുടെ വിടുതൽ നടക്കും. और किसी के द्वारा नहीं, आपके द्वारा छुटकारा भारत पर आएगा। തിരിച്ചറിയുന്ന ദൈവസഭയ്ക്കായി സ്തോത്രം. मैं धन्यवाद प्रभु का कलीसिया का जो इसे पहचान रही है। ഞാൻ മിണ്ടിയാൽ, यदि मैं बोलूं, എന്നിലൂടെ വിടുതൽ നടക്കും. मेरे द्वारा छुटकारा आएगा, എന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കും. मेरे द्वारा परमेश्वर का काम होगा, എന്നിലൂടെ എന്റെ രാജ്യം വിടുവിക്കപ്പെടും. मेरे द्वारा मेरा देश बचेगा। ദൈവത്തിന് വേറൊരാളെ തിരക്കേണ്ടി വരില്ല. परमेश्वर को किसी और को ढूंढने की जरूरत नहीं। ദൈവം എന്നെ ആക്കിയ സ്ഥാനത്ത് परमेश्वर ने जिस पद पर मुझे रखा है, ഞാൻ വിശ്വസ്തയോടെ मैं पूरी वफादारी के साथ കർത്താവിന് വേണ്ടി നിന്നാൽ, प्रभु के लिए यदि खड़ा रहूं, വേറൊരാളെ തേടി പോകേണ്ട ആവശ്യം ദൈവത്തിന് വരത്തില്ല. എന്നിലൂടെ ദൈവം പ്രവർത്തിക്കും. और किसी को ढूंढने की जरूरत परमेश्वर को नहीं पड़ेगी, मेरे द्वारा छुटकारा आएगा। ഗ്ലോറി റിവൈവൽ ജനറേഷനോട് ഞാൻ പറയുന്നു, ग्लोरी रिवाइवल जनरेशन से मैं कहता हूं, വേറൊരു സഭ പൊങ്ങി വരാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ഇവിടെ ഉയർന്നു നിൽക്കണം. किसी और कलीसिया को बढ़ने का मौका दो या न दो, खुद जरूर बढ़ते रहना। നിന്നെ വിളിച്ച വിളിക്കകത്ത് നീ നിൽക്കണം. जो बुलाहट मिली है उसमें बने रहना। നിന്റെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. अपने चुनाव को पहचानना। നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നീ ചലിക്കണം. परमेश्वर की योजना में खुद को रखे ഇത് रहना। മൗനമായിരിക്കേണ്ട സമയമല്ല. ये चुप रहने का समय ഇത് नहीं है, പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ये प्रार्थना करने का समय है। ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ എനിക്ക് സമയമില്ല. ये सब कहने का मेरे सामने समय नहीं है। മോർദെഖായിയുടെ ആ വാക്കിന് മുമ്പിൽ, मोर्देकाई के उस शब्द के सामने എസ്തേർ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാം. एस्तेर ने क्या कहा आपको पता है। ഞാൻ റെഡിയാണ്. मैं तैयार हूं। ഞാനും എന്റെ തോഴിമാരും मैं और मेरी दासियां അടുത്ത 3 ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കും, ഫാസ്റ്റ് ചെയ്യും. अगले 3 दिन हम प्रार्थना और उपवास करेंगे। എന്റെ സമയമല്ലെങ്കിലും, चाहे ये मेरा समय नहीं है, मेरी बारी नहीं है, കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ രാജാവിനെ മുഖം കാണിക്കാൻ എനിക്ക് അനുവാദം ഇല്ലെങ്കിൽ പോലും, राजा के सामने जाने की अभी तक मुझे अनुमति शायद न भी मिली हो, ഞാൻ ജനത്തിനു വേണ്ടി രാജാവിന്റെ അടുക്കൽ मैं लोगों के लिए राजा के समक्ष जाऊंगी। ചിലപ്പോൾ ഞാൻ മരിക്കേണ്ടി വന്നേക്കാം. शायद मुझे मरना पड़े, ചിലപ്പോൾ രാജാവ് എന്നെ സ്വീകരിച്ചു വരാം. शायद वो मुझे स्वीकार भी कर ले। എങ്കിലും ഒരു സാക്രിഫൈസിന് ഞാൻ തയ്യാറാണ്. कुछ भी हो, बलिदान के लिए मैं तैयार हूं। എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. मेरी जिंदगी त्यागने को मैं तैयार हूं। പ്രാർത്ഥന, प्रार्थना, ഫാസ്റ്റിംഗ്, उपवास സാക്രിഫൈസ്, और बलिदान ഒരു രാജ്യത്തിന്റെ വിടുതൽ, एक देश का छुटकारा, ഒരു ജാതിയുടെ വിടുതൽ, एक जाति का छुटकारा, ഒരു ജനത്തിന്റെ വിടുതൽ. एक प्रजा का छुटकारा। ഇന്ന് രാത്രി യഹൂദന്റെ വിടുതലിനായി आज रात यहूदी छुटकारे के लिए എസ്തേർ എഴുന്നേറ്റതുപോലെ एक एस्तेर जैसे खड़ी हुई, ഇന്ത്യക്ക് വേണ്ടി, भारत के लिए, ഡൽഹിക്ക് വേണ്ടി, दिल्ली के लिए, 28 സ്റ്റേറ്റിന് വേണ്ടി, 28 राज्यों के लिए, കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി केंद्र शासित प्रदेशों के लिए ആരെഴുന്നേക്കും? कौन खड़ा होगा, ആര് സംസാരിക്കും? कौन बोलेगा, ആര് പ്രാർത്ഥിക്കും? कौन प्रार्थना करेगा। മനുഷ്യ ജനത്തിനും രാജാവിനും ഇടയിൽ നിൽക്കാൻ मनुष्यों और राजा के बीच में खड़े होने എത്ര പേർ തയ്യാറാണ്? के लिए कितने लोग तैयार हैं। ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു अपने हाथों को ऊपर की ओर उठाएं। രാജാവിനും राजा നഷ്ടപ്പെടുവാൻ പോകുന്ന ജനതയ്ക്കും അവരുടെ മേലുള്ള വിധിയെഴുത്തുകൾക്കും ഇടയിൽ നിൽക്കാൻ, और नाश होने जा रहे हो रहे मनुष्यों और उन पे लिखे हुए विधियों के लेख के बीच में खड़े होने के लिए ഞാൻ റെഡിയാണെന്ന് പറയുന്നു. कितने लोग कहेंगे मैं खड़े होने के लिए तैयार। നിങ്ങളുടെ തീരുമാനം ഉറപ്പുള്ളതാണെങ്കിൽ, यदि आपका निर्णय इतना निश्चित है, നിങ്ങൾ നിൽക്കുന്നിടം വിട്ട് മുൻപിലേക്ക് ഈ ഓൾട്ടറിന്റെ
അരികിലേക്ക് അടുത്തു. तो जल्दी से अपने प्रण को बताने के लिए इस वेदी के करीब आ जाएं. ബൈബിളൊക്കെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് മുമ്പോട്ട് അടുത്ത് വന്നു നിന്ന്. अपनी बाइबल को एक तरफ रखकर जल्दी से यदि आप ये प्रण लेते हैं आगे आ जाओ. ഇതൊരു നിയോഗമാണ്. ये एक परमेश्वर की नियुक्ति है. ഇതൊരു ഭയങ്കര ഡെലിവറൻസ് ആണ്. ये एक बड़ा छुटकारा है. ഇതൊരു വ്യക്തിയുടെ വിടുതലല്ല. ये एक व्यक्ति का छुटकारा नहीं है. ഇതൊരു കുടുംബത്തിന്റെ വിടുതലല്ല. ये एक परिवार का छुटकारा नहीं है. രാജ്യത്തിന്റെ വിടുതലാണ്. ये पूरे देश का छुटकारा ഒരു है. ജനതയുടെ മുഴുവൻ വീണ്ടെടുപ്പാണ്. एक पूरी प्रजा का छुटकारा है. ദൈവം അതിനും നിന്റെ മേൽ ഒരു അനോയിന്റിംഗ് ഇടുകയാണ്. परमेश्वर का वचन आपको अभिषेक दे रहा നിന്നെ है. ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. आपका उपयोग वो करने जा रहा है. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വരികയാണ്. परमेश्वर का अभिषेक आप पर आ रहा है. ദൈവം നിന്നെ നിയോഗിക്കുകയാണ്. परमेश्वर आपको नियुक्त कर रहा है. പ്രാർത്ഥിച്ചു തുടങ്ങാം. प्रार्थना कर जग जाओ. രണ്ടാമത്തെ ദിവസം दूसरे दिन വിരുന്നിനു വേണ്ടി ക്ഷണിക്കപ്പെട്ട ഹാമാനും രാജാവും വരുമ്പോ भोज के लिए बुलाए गए हामान और राजा जब अंदर आ रहे थे, രാജാവ് ചോദിക്കുന്നു, राजा ने पूछा, എസ്തേറേ, हे एस्तेर, പറ, बता ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? मैं तेरे लिए क्या करूं? നിന്റെ ആഗ്രഹം എന്ത്? तेरा निवेदन क्या है? നിന്റെ അപേക്ഷ എന്ത്? तेरी मांग क्या है? രാജ്യത്തിന്റെ ആ പകുതിയോളം ചോദിച്ചാലും ഞാൻ നിനക്ക് തരും. राज्य का आधा मांगेगी तो भी दे दूंगा. നീ എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് आप जो भी मांगोगे वो देगा. ആരോഗ്യം ചോദിച്ചാൽ ആരോഗ്യം തരും. किससे मांगोगे तो वो देगा. പണം ചോദിച്ചാൽ പണം തരും. पैसा, सेहत मांगोगे वो देगा. വീട് धन ചോദിച്ചാൽ मांगोगे, വീട് തരും. घर मांगोगे तो देगा. എന്ത് ചോദിച്ചാലും ദൈവം തരും. जो भी मांगोगे परमेश्वर देगा. രാജ്യത്തിന്റെ പകുതി അവൾക്ക് കൊടുക്കാൻ രാജാവ് തയ്യാറായി നിൽക്കുമ്പോ राज्य का आधा देने के लिए जब राजा तैयार था, അവൾ പറഞ്ഞു, എനിക്ക് രാജ്യമല്ല വേണ്ടത്, उसने कहा मुझे राज्य नहीं, എനിക്ക് എന്റെ പ്രാണനും मुझे मेरा प्राण എന്റെ ജനത്തിന്റെ ജീവനെയും തരണം. और मेरी प्रजा के लोग चाहिए. ഇന്ന് രാത്രി ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന എത്ര പേരുണ്ട്? आत्माओं के लिए रोने वाले इतने लोग हैं ഈ यहाँ. ഉപവാസം ഒരു വിടുതലിന് വേണ്ടിയല്ല. ये छुटकारे के लिए रखी गई उपवास नहीं है. ഈ ഉപവാസം ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല. एक भलाई के लिए नहीं है. ഈ ये ഉപവാസം ഒരു അനുഗ്രഹത്തിന് വേണ്ടിയല്ല. ये उपवास आशीषों के लिए नहीं है. മറിച്ച് ഈ ഉപവാസം ഒരു രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. लेकिन ये उपवास एक देश के छुटकारे के लिए है. രാജ്യങ്ങളെ ചേഞ്ച് ചെയ്യാനുള്ള അഭിഷേകം, देशों को जीतने का अभिषेक, പട്ടണങ്ങളെ തിരിക്കാനുള്ള നിയോഗം, शहरों को मोड़ने का ഇന്ന് രാത്രി ഒരു अभिषेक തലമുറയുടെ കരങ്ങളിൽ एक पीढ़ी के हाथों में ദൈവം കൈമാറാൻ പോകുകയാണ്. परमेश्वर दे रहा है. എല്ലാ കരങ്ങളും ഉയർത്തി ആത്മാവിൽ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. सब लोग अपने हाथों को उठा अन्य भाषा में प्रार्थना शुरू करें. ബുദ്ധിയുടെ പ്രാർത്ഥന നിർത്തിയിട്ട് बुद्धि की प्रार्थना बंद करके ആത്മാവിൽ പ്രാർത്ഥിച്ച്, आत्मा में प्रार्थना करें. ഞാൻ നിന്നെ തൊടത്തില്ല, मैं तुम्हें नहीं छूऊंगा, പക്ഷേ ദൈവം നിന്നെ തൊടാതിരിക്കത്തുമില്ല. लेकिन परमेश्वर बिना छुए नहीं जाएगा. പരിശുദ്ധാത്മാവിന്റെ ശക്തി पवित्र आत्मा की शक्ति രാജ്യങ്ങളിലേക്ക് പോകാൻ, देशों में जाने, ദൈവത്തിന്റെ നിയോഗവുമായി परमेश्वर की नियुक्ति के साथ രാജ്യങ്ങളിലേക്ക് പോകാൻ, देशों में जाने, ഭൂഖണ്ഡങ്ങളെ തൊടാൻ, महाद्वीपों को छूने, ഭൂഖണ്ഡങ്ങളെ തൊടാൻ महाद्वीपों को छूने. ഈ രാത്രി വരെ നിയോഗം आज रात एक नियुक्ति പരിശുദ്ധാത്മാവ് പകരുകയാണ്. पवित्र आत्मा दे रहा है. Receive the anointing. उसे अभिषेक को Receive the पाए, anointing. अभिषेक को पाए, പ്രാപിക്കുക. पाए. मैं हूँ यहाँ प्रभु, मैं हूँ यहाँ, मैं हूँ यहाँ प्रभु, मैं हूँ यहाँ प्रभु, मैं हूँ यहाँ प्रभु, मैं हूँ यहाँ. आराधना करूं मैं पूरे दिल से, मैं तुझे ढूंढूंगा संपूर्ण जीवन में, तेरी सेवा करूंगा मेरी सारी चीजों से. मैं
तेरी सारी चीजों से मैं